പ്രൈസ് ദി ലോർഡ്. ഈ 1 തൊട്ട് 10 വരെയുള്ള വാക്കുകൾ, എബ്രായ പദങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ നാളുകളായി എന്നോടൊപ്പം ഇരിക്കുന്നവർ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. Those who have traveled with me in the Bible, I believe you all know the Hebrew alphabets from 1 to 10. എത്ര പേർക്ക് അത് ഓർമ്മയുണ്ട്? How many of you remember that? ചിലർക്കറിയാം. 5 വരെ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. At least you know till 5. അലെഫ് ബേത് ഗിമേൽ ദാലത്ത് ഹേ. Aleph bet gimel dalet he. അത്രയും പറയാൻ എളുപ്പമാണ്. അലെഫ് ബേത് ഗിമേൽ ദാലത്ത് ഹേ. Aleph bet gimel dalet he. അപ്പൊ ഇന്ന് ഞാൻ ദൈവത്തിന്റെ ജയം നമുക്ക് ഈ 10 നമ്പറുകളിൽ കൂടി, 10 ആ നമ്പറിന് ഉപയോഗിക്കുന്ന വാക്കുകളിൽ കൂടി എങ്ങനെയാണ് നമുക്കത് മനസ്സിലാകുന്നത്, അല്ലെ എങ്ങനെയാണ് നമ്മളിലേക്ക് അത് എത്തിച്ചേരുന്നത് പറയാൻ വേണ്ടി ഞാനൊന്ന് ശ്രമിക്കുകയാണ്. So I am trying and I am attempting to talk to you about the victory of the Lord through these 10 letters or the alphabets or numbers. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 57-ാം വാക്യത്തിലാണ് നമ്മൾ 31st നൈറ്റ് തൊട്ട് നിൽക്കുന്നത്. From the 31st of December we've been meditating on 1 Corinthians 15:57. വാക്യം ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിനു സ്തോത്രം. Thanks be to God who gives us the victory through our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. Thanks be to God who gives us the victory through our Lord Jesus Christ. ഒന്നുകൂടെ എല്ലാവരും ചേർത്ത് പറഞ്ഞേ: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം. That again with us. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന, ആർക്ക് ജയം നൽകുന്ന? അത് വ്യക്തിപരമാക്കിക്ക്, എനിക്ക് ജയം തരും. Victory for me. അപ്പൊ കർത്താവായ യേശുക്രിസ്തു നമുക്ക് എന്ത് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചത്? What did the Lord Jesus Christ desire? 1-2 പേരോട് പറ, നമ്മൾ തോറ്റു കാണാൻ ആഗ്രഹിക്കാതെ ഒരാളേ ഉള്ളത് കർത്താവായ യേശുക്രിസ്തുവാണ്. Only one person who did not want us to lose, that is Jesus. അതുകൊണ്ട് അവൻ മരണമേറ്റെടുത്തു. Therefore he took upon himself death. മരണം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതല്ല, ദൈവത്തിൽ നിന്നുള്ള സെപ്പറേഷനാ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിനെയാണ് മരണം എന്ന് വിളിക്കുന്നത്. That is separation from God. അപ്പൊ നമ്മൾ ആദാമിൽ സംഭവിച്ചത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ച പോലെ അതിനെ ആ മരണമെന്ന് വിളിക്കുന്നെങ്കിൽ, അതുപോലെ ഒരു മരണം യേശു കർത്താവ് ഏറ്റെടുക്കുക. എന്തിനു വേണ്ടി? നമ്മൾ ജയിച്ചു നിൽക്കാൻ വേണ്ടി. So that we may be victorious, he took death upon himself. അതാ 72 hours, ആ 72 മണിക്കൂറിന്റെ യേശുവിന്റെ പ്രാണവേദന എന്ന് പറയുന്ന അവന്റെ രക്തത്തുള്ളികൾ, വിയർപ്പിന്റെ തുള്ളികൾ വരേണ്ടതിന് പകരം രക്തത്തുള്ളികളാ വന്നത്. കാര്യം അത്രയ്ക്ക് വലിയ പ്രശ്നത്തിലായിപ്പോയി യേശു. തന്റെ പിതാവിൽ നിന്ന് അകന്നു പോകണം. ആ സെപ്പറേഷൻ സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. The separation was unbearable for Jesus, that as he prayed, sweat drops were like blood drops. യേശു രക്തം ചിന്തിയത് തന്നെ നമ്മൾ ജയിക്കാൻ വേണ്ടിയാ. Jesus shed his blood so that we. ഞാൻ ഓരോരുത്തരെ നോക്കി ഇങ്ങനെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ തോൽവി സംഭവിക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്തോട് നിങ്ങൾക്ക് ബന്ധമില്ലെന്ന് അതിന്റെ അർത്ഥം. If you are failing in life, that means you have no connection with the blood of Jesus. തോൽവി എന്നോ ചിന്തയിലോ വാക്കിലോ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം യേശുവിന്റെ രക്തത്തെ കുറിച്ച് നിങ്ങൾക്ക് അതിനുള്ള ബോധമില്ല. If you have thoughts of failure in your words or in your thoughts, you have no connection with the blood of Jesus. ജയമെന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെ മേലും ജയമാ തന്നേക്കുന്നത്. Victory means victory over everything. അത് സാമ്പത്തികമായിക്കോട്ടെ, സമാധാനമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, ഏത് കാര്യമായിക്കോട്ടെ, അതിന്റെ മേൽ ജയമാണ് ക്രൂശിൽ കൂടി നമുക്ക് നേടിത്തന്നിരിക്കുന്നത്. Be it finances, be it health, whatever be the area, we have victory on the cross. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവൻ ജയിച്ചവനാണ്. The one who is standing before us is അവനെയാണ് നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നത്, റബുനി എന്ന് വിളിക്കുന്നത്, മാസ്റ്റർ എന്ന് വിളിക്കുന്നത്, ടീച്ചർ എന്ന് വിളിക്കുന്നത്, ലോർഡ്ഷിപ്പ്. അവന്റെ കർത്തൃത്വം നമ്മൾ അംഗീകരിക്കുന്നത്. we have accepted his lordship. അപ്പൊ ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ വാസ്തവത്തിൽ അവന്റെ കർത്തൃത്വം അങ്ങനെ കാര്യം അവൻ എങ്ങനെ ഇരിക്കുന്നത് അതുപോലെ ഇരിക്കാനാണ് ഞാൻ അങ്ങനെ ആകുന്നത്. And so as he is, so are we. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കർത്താവായ, ഒന്നുകൂടെ വായിച്ചേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്നത്. അപ്പൊ അൾട്ടിമേറ്റ് ആയിരിക്കുന്ന ഇതിന്റെ ഉദ്ദേശം പിതാവായ ദൈവത്തിനായിരുന്നു. പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ അയച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മളെ എല്ലാവരെയും ഓരോരുത്തരെയും അതിനകത്തുനിന്ന് വിടുവിച്ച് ജയം നൽകിയിരിക്കുകയാണ്. The ultimate need was for Father God through his Son. He has delivered us and given us victory.
അതുകൊണ്ട് ഒന്നാമത്തെ വാക്ക് നമുക്ക് കേൾക്കാം. അലേഫ് എന്നാണ് ഒന്നാമത്തെ വാക്ക്. അലേഫ് എന്ന് പറഞ്ഞാൽ അലേഫിന് പല ഒന്നെന്ന് അർത്ഥമുണ്ട്. അതുപോലെ തന്നെ സ്ട്രെങ്ത് എന്ന്, ശക്തി എന്ന് അർത്ഥമുണ്ട്. അതുപോലെ ദൈവം എന്ന് പറയും. അതിന് പിക്ടോഗ്രാം കൊടുത്തേക്കുന്നത് ഒരു ഓക്സ് എന്താ പറയുന്നത്, കാളക്കൊമ്പ് പോലുള്ള ഒന്നാണ് അതിന്റെ പടമായിട്ട് വരച്ചേക്കുന്നത്. So let's go through the first Hebrew alphabet, which is Aleph, which means strength, which means God. It has a picture of an ox, which depicts strength. അലേഫ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്ന് പറയത്തില്ലേ, the first എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്നാമത്തേത്. Aleph means the first. But God is the source of victory. അലേഫ് എന്ന് പറയുമ്പോൾ തന്നെ നോക്കണം, ദൈവത്തിൽ നിന്നാണ് ഈ വിജയം വരുന്നത്. Aleph means God is a source of victory. ഈ വിജയത്തിന് ഒരു ഉറവിടമുണ്ടെങ്കിൽ അത് ദൈവമാണ്. If there is a source for victory, and that is God. ഒന്ന് സ്വയമേ പറഞ്ഞേ, എന്റെ ജീവിതത്തിൽ എനിക്കൊരു ജയം വരണമെങ്കിൽ, ഞാൻ വിജയിക്കണമെങ്കിൽ ആ വിജയം ദൈവത്തിൽ നിന്നാണ് അത് വരുന്നത്. If I need to have victory, it comes from God. എല്ലാ വിജയത്തിന്റെയും ആരംഭം ദൈവത്തിൽ നിന്നാണ്. Every victory begins with God. When God leads, victory is guaranteed. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമാണ് നയിക്കുന്നതെങ്കിൽ വിജയം ഉറപ്പാണ്. When God leads, victory is guaranteed. അതുകൊണ്ട് സക്രിയാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിനകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം, ഇത് സൈന്യത്താലല്ല ശക്തിയാലല്ല പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനാല. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് എന്തിനാ പ്രവർത്തിക്കുന്നത്? നമ്മൾ തോറ്റു കാണാൻ വേണ്ടിയല്ല. As it says in Zechariah 4:6, not by might nor by power but by the Spirit, because the Spirit of God works so that we can have victory. പരിശുദ്ധാത്മാവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്തോ മോളെ റീന, എന്തോ പരിശുദ്ധാത്മാവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്തോ ആയിരിക്കും? What is the Holy Spirit? ഞാൻ എന്തിനാ നിന്നോട് ചോദിച്ചാൽ വേറെ ആരോട് ചോദിച്ചാലും നീ ഉത്തരം പറയാം. അതുകൊണ്ടാണ് ഫെലോഷിപ്പ്. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും ഇഷ്ടം കൂട്ടായ്മ. പരിശുദ്ധാത്മാവിന് ഇഷ്ടം Holy Spirit loves fellowship. because he doesn't like to be alone. ഈ പരിശുദ്ധാത്മാവിന് തന്നെ ഇരിക്കാൻ ഇഷ്ടമല്ല. Holy Spirit doesn't like to be alone. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? അറിഞ്ഞില്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ ആത്മാവാണ്. He is a God of fellowship. എന്ന് പറഞ്ഞാൽ ദൈവം കൂട്ടായ്മ ആഗ്രഹിക്കുന്ന ദൈവമാണ്. God desires fellowship. നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കണം, ഈ ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ അറിയാവുന്നതുകൊണ്ട് പലരോട് ചോദിക്കില്ല, നിങ്ങൾ ആരെ ആരാധിക്കുന്നത്? ദൈവത്തെ ആരാധിക്കുന്നത് നിങ്ങൾ കേൾക്കത്തില്ലേ എപ്പോഴും? And now you are familiar. Whom do you worship? People say we worship God. ഒരു ഫൂളിന് മാത്രമേ ദൈവം എന്ന് പറയാൻ അറിയത്തുള്ളൂ. Only a fool knows how to say God. നമുക്ക് ബോധമുള്ളവൻ പറയുന്നത്, മിടുക്കനായ ഒരുത്തൻ ആരാധിക്കുന്ന ഒരുത്തൻ പറയാം ഞാൻ തൃത്വ ആരാധനക്കാരനാണെന്നും തൃത്വത്തെ ആരാധിക്കുന്നു പറയാനുള്ള ബോധം അവനകത്ത് വരും. But we need to have the right understanding to എന്താ വ്യത്യാസം? എന്താ? ദൈവം എന്ന് പറയുമ്പോൾ ഏകദൈവ സങ്കല്പമായി പോകും. നമ്മുടെ പാഠനത്തുണ്ട് ഏക ദൈവം എന്ന് പറയുമ്പോൾ ഏകദൈവ സങ്കല്പമായി. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ഞങ്ങൾ ആരാധിക്കുന്നത് പലരും പറയുന്നത്. when you say God, it can mean a single God worship, but that's why we need to say. ഇപ്പൊ ഒരു റിവൈവലിന്റെ ഒക്കെ ഒരു കാലം ഇങ്ങനെ വന്നു നിൽക്കുന്നതുകൊണ്ട് ചിലരോട് ചോദിച്ചാൽ പറയാം യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു പറയാം. Probably because this is the time of revival, people might say we worship യേശുവിനെ ആരാധിക്കാൻ യേശു പോലും പറഞ്ഞിട്ടില്ല. യേശു പറയുന്ന പിതാവായ ദൈവത്തെ ആരാധിക്കണമെന്നാ. But even Jesus didn't ask for worship. He said worship the Father. എന്നാൽ എല്ലാ നാമത്തിലും മേലായ നാമമാറ്റി യേശുവിന്റെ നാമത്തെ ഉയർത്തി. But the name of Jesus was lifted above every other. അതാണ് ഈ തൃത്വം എന്ന് പറയുന്ന ആ ദൈവികമായിരിക്കുന്ന പദ്ധതിയിൽ യേശു എന്ന നാമത്തെ എല്ലാ നാമത്തിലും മേലായ നാമമായി ഉയർത്തി. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 6 മുതൽ വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കാണുന്നത്. In Trinity we know that the name of Jesus is lifted and exalted above every എന്ന് പറഞ്ഞ ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ അവൻ ദാസനായി ഇറങ്ങി വന്ന് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഏറ്റവും താഴോട്ട് പോയപ്പം തിരിച്ചു കയറി വരാൻ പറ്റാത്തത് കൊണ്ട് ഈ പിതാവായ ദൈവവും പരിശുദ്ധാത്മാവ് ദൈവം കൂടെ അവനെ ഉയർത്തിയപ്പോൾ എന്താ ഉയർത്തിയത്? ഒരു മനുഷ്യനെ അല്ല ഉയർത്തിയത് അവന്റെ നാമത്തെയാ ഉയർത്തിയത്. 33.5 കൊല്ലം അവനൊരു മനുഷ്യനായിട്ട് ഇവിടെ ജീവിച്ച് കാണും. സെയിം ടൈം എന്താ പറയുന്ന മാൻ ആൻഡ് സെയിം ടൈം ഗോഡ് അല്ലേ? ദൈവം മനുഷ്യനും ഫുൾ ഹ്യൂമാനിറ്റി ആൻഡ് ഫുൾ ഡിവിനിറ്റിയിൽ നിന്ന് ഒരാളാണ് 33.5 വർഷമെങ്കിൽ ഇപ്പോൾ അവൻ മനുഷ്യനെന്ന് പറയുന്ന ഒരു നിലവാരത്തിലല്ല ഇരിക്കുന്ന. അവന്റെ നാമം എല്ലാ നാമത്തിലും അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെയല്ലേ ഇരിക്കുന്നത്? 9-10 വാക്യത്തിൽ എല്ലാ നാമത്തിലും മേലായ നാമമായി യേശു എന്ന നാമത്തെ ഉയർത്തി. And we know that, as it says in Philippians chapter 2,
he took the form, not considering himself equal with God. He took the form of a servant and went down to the lowest part, that God exalted him and gave him a name above every other name. അതറിയാവുന്നവരാണ് സ്വർലോകരുടെയും ഭൂലോകരുടെയും സകലരുടെയും മുഴങ്കാൽ എന്ന് വെച്ചാൽ ഈ നാമത്തിന് മുമ്പിൽ നിൽക്കാൻ ഒരാളെ കോക്കത്തില്ല. നാമത്തിന് മുമ്പിൽ No one can stand before this name of God, which is above every other name. ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി മനസ്സിലാക്കാത്തത് കൊണ്ടൊക്കെ അങ്ങനെ പറഞ്ഞു പോകുന്നു, അറിയാതെ പോകുന്നു. അതുകൊണ്ട് ഈ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് ശമര്യക്കാരത്തി സ്ത്രീയോട് സംസാരിക്കും, ആ മലയിലും അല്ല ഈ മലയിലും ഒന്നല്ല, ഞങ്ങളിങ്ങനെ പലയിടത്തുമൊക്കെ ആരാധിക്കാൻ പോകുന്നല്ല, അവിടെ ഒന്നും അല്ലെന്നാ പറഞ്ഞത് അല്ലേ? അവിടെ ഒന്നുമല്ല, നീ പിതാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം, യേശുവാ പറഞ്ഞത്. That is why Jesus said, we do not worship the Lord on this mountain or that mountain, but true worshippers worship the Father in spirit. ഇപ്പൊ ഏകനെന്ന് പറയുന്ന ഒരു ദൈവത്തെ നിങ്ങൾ ചിന്തിച്ചു, ഏകനെന്ന് പറയുന്നു ഒരൊറ്റ ഒരാളെ തന്നെ ഇരിക്കുന്ന ദൈവം ബോറനാ. Think about a single God who is alone. തന്നെ ഇരിക്കുന്ന ഒരാളെ ശ്രദ്ധിച്ചു. ഇപ്പം ആമ്പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ ഇരിക്കുന്നത് നല്ലതല്ലെന്ന് കേട്ടിട്ട് ഒരു പെങ്കൊച്ചിനെ ആലോചിച്ചു, അല്ലെ പെങ്കൊച്ചു അതുപോലെ കല്യാണം കഴിക്കുന്നത് തന്നെ ഇരിക്കുന്ന ജീവിതം ശരിയായ ജീവിതമല്ല. ഇന്നിപ്പം ഈ മോഡേൺ ഓരോ പഠിപ്പീരും ഓരോ പൊട്ടന്മാരുടെ ഇൻഫ്ലുവൻസും ഒക്കെ കണ്ടിട്ട് ഈ പിള്ളേർ കല്യാണം കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ മണ്ടത്തരമില്ല, തന്നെ ഇരിക്കുന്നത് ശരിയല്ല. It is not good for a man to be alone and you need to get married. ഈ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് വെസ്റ്റേണൈസേഷൻ, പാശ്ചാത്യവൽക്കരിക്കപ്പെടുക. നമ്മുടെ സംസ്കാരങ്ങളല്ല പാശ്ചാത്യവൽക്കരിക്കപ്പെടുന്നതുകൊണ്ട് നമ്മൾ വീടോട്ട് പോത്തേ ഉള്ളൂ. We are westernizing our culture, we are going down. എല്ലാം ഒത്തിരി നമുക്ക് വെസ്റ്റേണൈസേഷൻ കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ ഗുണം ആശുപത്രികൾ വന്നു, സ്കൂളുകൾ വന്നു, ഇതുപോലുള്ള റോഡുകൾ കനാലുകളൊക്കെ വന്നതല്ലാതെ നമ്മുടെ കൾച്ചറിനെ നശിപ്പിച്ചു കളഞ്ഞു. The only good thing about westernization is we got hospitals, we've got schools and such facilities, but it destroyed our ഡാം culture. പണിതു, കനാല് വന്നു, ഇതൊക്കെ ഈ മറ്റുള്ളവർ വന്നുകൊണ്ടുള്ള ഗുണം. We have dams, canals and so on. Those are the benefits. കപ്പല് കയറി കപ്പലണ്ടി വന്നു. We have ship and we have cashew. നമ്മള് കാഷ്യൂ അല്ല, നമ്മള് കപ്പലണ്ടി എന്ന് പറയാം, ഗ്രൗണ്ട് നട്ട്, പീനട്ടോ ഒക്കെ പറയാം, ഗ്രൗണ്ട് നട്ട്, കപ്പലണ്ടി. അത് കപ്പല് കയറി വന്നത് കൊണ്ടാണ്. കാര്യം വലിയ ഫെർട്ടൈൽ ലാൻഡ് ആയിരുന്നു കേരളം എന്ന് പറയുന്നത്, ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. We didn't have anything in Kerala. ഫലപുഷ്ടിയായ നല്ല ഒരു ദേശമായിരുന്നു, നല്ല മണ്ണായിരുന്നു നമ്മുടെ മണ്ണ്. ഇപ്പോഴാന്നല്ലോ ചുമ്മാ നീ എവിടെ നിന്നാലും കിളിക്കും. അവിടെ മാറടാന്ന് പറയുന്നത്. Fertile land in Kerala. ഒരിടത്ത് കുത്തിയിരിക്കില്ലെന്ന് പറയുന്ന കാര്യം വേറൊരെണ്ണം ഇറങ്ങും, നല്ല മണ്ണാ. ചർച്ച വന്നാലും ഒരേ കസേരയിൽ ഇരിക്കത്തുള്ളൂ, മാറിയിരിക്കണം, അല്ലേ വേറെ ഇറങ്ങിപ്പോവും. നല്ല മണ്ണാ ഇത്. Sit on a different chair, otherwise you will grow roots. അപ്പൊ കാര്യം മണ്ണ് നല്ലതായതുകൊണ്ട് എന്നെ ഇട്ടാലും ഇവിടെ കിളിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ പറങ്കികളെല്ലാം കൂടെ വന്നു, ഈ പോർച്ചുഗീസുകാർ വന്നത്. അവർ കൊണ്ടുവന്ന സാധനം ആ പറങ്കേണ്ടി. That's why the Portuguese came പറങ്കികൾ. and got the cashew nuts. ഇടയ്ക്ക് ചൈനീസ് ഇൻഫ്ലുവൻസ് ഉണ്ടായി. അപ്പൊ അവരല്ലേ ഈ സൂപ്പായിട്ടല്ലേ കുടിക്കുന്നത് അല്ലേ? അതുകൊണ്ട് നമ്മൾ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ സൂപ്പല്ലേ ആദ്യം ചോദിക്കുക. ചിക്കൻ, സ്വീറ്റ് കോൺ ചിക്കൻ, സ്വീറ്റ് സവർ ഒക്കെ പറഞ്ഞിങ്ങനെ പോലെ എല്ലാം സൂപ്പായിട്ട് അവർ കുടിക്കുന്നത്. The Chinese came and brought the concept of soup. അപ്പൊ അവരുടെ ഒരു പാനീയമായിരുന്നു, കുടിക്കുന്ന സാധനമായിരുന്നു കൊഞ്ഞി. And it was one of their favorite soups, konyi. കൊഞ്ഞി നമ്മൾ എന്തോ ആക്കി, കഞ്ഞിയാക്കി. അതാ നമ്മൾ ഈ കുടിക്കുന്ന ഈ കൊഞ്ഞിയായി കുടിക്കുന്നത്. That's what we have as kanyi. അപ്പം ഈ പുറത്തുനിന്ന് ആൾക്കാർ വന്നത് കൊണ്ട് ഇവിടെ തെങ്ങുണ്ടായി. തെങ്ങൊന്നും കേരളത്തിന്റെ ഒന്നും അല്ല, എങ്ങാണ്ടൊന്നും ആരാണ്ട് കൊണ്ട് നട്ടത്. ഇത് കിളിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇതെല്ലാം കൂടെ അങ്ങ് കിളിച്ചതാ. Coconut also came from കപ്പ എന്തൊക്കെ പറയുന്നത്, ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും വിദേശത്തു നിന്ന് വന്നതാണ്. most of the things that we have here, like tapioca. അപ്പൊ വിദേശത്തു നിന്ന് വന്നതിനകത്ത് നമ്മുടെ സംസ്കാരവും വിദേശത്തു നിന്ന് വന്നു. ഇപ്പൊ നമ്മുടെ സംസ്കാരം വിദേശത്തെ സംസ്കാരമായി പോയി. So even our culture has become so westernized. ഡിസ്ക്രിമിനേഷൻ അങ്ങനെയുള്ള ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു അന്തം വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചനീതിത്വങ്ങൾ, അൺടച്ചബിലിറ്റി, ഇങ്ങനത്തെ കാര്യത്തിനകത്തൊക്കെ മാറ്റങ്ങൾ വന്നെങ്കിലും നമ്മുടെ സംസ്കാരം ഇല്ലാതായി പോയി. There have been changes in terms of discrimination and divisions based on caste, but ultimately our culture is destroyed. എല്ലാ സംസ്കാരങ്ങളും എടുത്തു നോക്കി, എല്ലാ സംസ്കാരങ്ങളും ചെന്നു നിൽക്കുന്നത് ബാബിലോണിയ സംസ്കാരത്തിലേക്ക്, എന്നാൽ അല്ലെങ്കിൽ അതിന്റെ പേർഷ്യൻ സംസ്കാരത്തിലേക്ക് എല്ലാം പോയി നിൽക്കുന്നത്. Every culture ends in Babylonian culture. ഓർ പേർഷ്യൻ സംസ്കാരത്തിലേക്കാണ് പോകുന്നത്. അഹശ്വേരോശിന്റെ കാലത്ത് എവിടെ തൊട്ടായിരുന്നു? കൂശ് തൊട്ട് എത്യോപ്യ തൊട്ട് ഇന്ത്യ വരെ അഹശ്വേരോശ് ഭരിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഇന്ത്യ നമ്മളും പേർഷ്യൻ ഡൈനാസ്റ്റിയുടെ കീഴിലായിരുന്നു. എന്താ പറയുന്നത്, ഡൈനാസ്റ്റി ഭരണത്തിന്റെ കീഴിലായിരുന്നു. We were all under the kingdom of Persia, which extended from Kush to India. ഇപ്പൊ ഈ ഇന്ത്യക്കാരെന്ന് പറയാൻ ഇവിടെ ആരുമില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. ഭാരതീയരെന്ന് പറയുന്ന ആരുമില്ല, എല്ലാവരും എല്ലായിടത്തു നിന്നൊക്കെ വന്നവരാ.
We all migrated from some other country. അപ്പൊ അങ്ങനെ യാഫേത്ത്, നോഹയുടെ മൂന്നാമത്തെ മകനായ യാഫേത്തിന്റെ പിള്ളേരാണ് ഇങ്ങോട്ട് വന്ന് ദ്രാവിഡന്മാരെന്ന് പറയുന്നതാണ് ചരിത്രം പറയുന്നത്. Dravidians are originally people of Noah's son Japheth who moved to this side of the land. സ്കൂളിലും ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക്, പഠിക്കാൻ പോയ സമയത്ത് പഠിച്ചിട്ടുള്ളവർക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ, സിന്ധു നദീ സംസ്കാരം, ജല നദീ സംസ്കാരം എന്ന് പറയുന്ന ഒരു Indus Valley civilization. അപ്പൊ സിന്ധു നദിയുടെ തീരത്ത് അവർ വന്നിരുന്നു. സിന്ധു നദിയുടെ തീരത്ത് വന്നിരുന്നപ്പോൾ ഇവർക്ക് സ എന്ന് പറയുന്ന എസ് എന്ന് പറയുന്ന സിലബിൾ ഉച്ചരിക്കാൻ അവർക്ക് പറ്റത്തില്ലായിരുന്നു. They came to the banks of river Indus and they couldn't pronounce the letter S. എന്ന് പറഞ്ഞാൽ തമിഴന്മാർക്ക് ഴ ഇല്ലാത്തതുപോലെ മലയാളിക്ക് മാത്രമുള്ളൊരു സാധനമാണ് ഇഴ. ഇറു ഇറു നമുക്ക് മാത്രമേ ഉള്ളൂ. Like few letters are typical to Malayalis. എന്ന് പറഞ്ഞതുപോലെ അവർക്ക് സ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു? സിന്ധു എന്നല്ല പറഞ്ഞ ഇന്ദു എന്ന് പറഞ്ഞു. So instead of Sa, they said. അപ്പൊ നദി കയറി അപ്പുറത്ത് ചെന്നവരെല്ലാം ഹിന്ദുക്കളെന്ന് വിളിച്ചു. നദിയുടെ അപ്പുറത്ത് പോയവരെല്ലാം ഹിന്ദുക്കൾ, ഇപ്പുറത്ത് നിൽക്കുന്നവരെല്ലാം ഒറിജിനൽ, ഇപ്പം പറയുന്നത് അവിടെ ഉണ്ടായിരുന്നവരാണെങ്കിൽ അപ്പുറത്ത് പോയവരെല്ലാം ഹിന്ദുക്കളായി. So everybody who were on the other side of the river Indus became Hindus. അവിടെയാണ് ഒരു പുതിയ കൾച്ചർ ഉണ്ടായത്, സംസ്കാരം ഉണ്ടായി. അതാ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. And that's where a new culture began to take place. ആ കൾച്ചറാണ് പിന്നെ ഇങ്ങോട്ട് പോകുന്നത്. ദ്രാവിഡ സംസ്കാരങ്ങൾ മുമ്പോട്ട് വന്നു. പിന്നീട് ഈ പറയുന്ന പോലെ മുഗളന്മാർ നമ്മളെ ഭരിച്ചു, പിന്നെ ബ്രിട്ടീഷുകാർ വന്ന് ഭരിച്ചു, ഇതിൻ്റെ ഇടയിൽ പോർച്ചുഗീസുകാർ ഭരിച്ചു, ഡച്ചുകാർ ഭരിച്ചു. അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ മേൽ കയറി ഇറങ്ങിപ്പോയവരാ. And then later came the Mughal Empire, then we had the British, then we had the Portuguese. എന്നിരുന്നാലും നമ്മുടെ സംസ്കാരം നല്ല സംസ്കാരമായിരുന്നു. നമുക്ക് നോക്കിയ ഒരു കുടുംബമുണ്ട്, കുടുംബ വ്യവസ്ഥയിലാണ് നമ്മുടെ സംസ്കാരം നിൽക്കുന്നത്. ഫാദർ, മദർ ആൻഡ് ചിൽഡ്രൻ, അല്ലേ? അപ്പനും അമ്മയും മക്കളും ഉള്ളത് കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്ന സ്നേഹം, കരുതലുകളൊക്കെ അതിനകത്ത് നിൽക്കുന്നത്. That's why we have fellowship and taking care of each other. ഇപ്പൊ ഈ അമിത്രെ നോക്കി, അവൻ ഏകനായിരിക്കുക, അവൻ ആരെയും സ്നേഹിക്കാൻ അറിയത്തില്ല, അവന് സ്നേഹിക്കാൻ ആരുമില്ല ഇപ്പം. As Amit is alone here, nobody to love him. അപ്പൊ അവന്റെ അപ്പനും അമ്മനിക്കും മനസ്സിലാകും ഇവന് സ്നേഹിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ കല്യാണം അല്ലെങ്കിൽ ഒരു പെങ്കൊച്ചിനെ ആലോചിച്ച് കൊടുക്കുമ്പോൾ അവന്റെ സ്നേഹം അവിടെ തുടങ്ങും. That's why his father and mother would find a bride. ഇപ്പൊ ഉള്ള സ്നേഹമെല്ലാം നമുക്കറിയാമല്ലോ, എങ്ങനത്തെ സ്നേഹം, ഹായ് ബൈ എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ ഉള്ളത്. All the friendship that we have right now is a hi bye friendship. അപ്പൊ ഒന്നിച്ചാകും തുറന്നെ ഉണ്ടാകുന്നത്. അതാ ഫാമിലി എന്ന് പറയുന്നത്. അവിടെ ആരംഭിക്കുകയാണ്. അതാ പറഞ്ഞത് തന്നെ ഇരിക്കുന്ന നല്ലതല്ലെന്ന് കണ്ടോണ്ട്. അപ്പൊ ദൈവം തന്നെ ഇരിക്കുന്ന ഒരാളാണ്. അറുബോറനായി ദൈവം. It's very boring if we have a God who is all alone. കാര്യം ദൈവത്തിനെ സ്നേഹിക്കാൻ ആരുമില്ല, ദൈവം ആരെ സ്നേഹിക്കത്തുമില്ല, ആരെയും ഷെയർ ചെയ്യത്തില്ല, ആരെയും കെയർ ചെയ്യത്തില്ല. He doesn't have anyone to love, he doesn't have anyone to share with or care for. ഇപ്പൊ മുമ്പേ നമ്മൾ വായിച്ച വാക്യത്തിനകത്തുണ്ട്, ഈ ദൈവം അങ്ങനെ തന്നെ ഇരിക്കുന്ന ദൈവമല്ല, ഈ ദൈവം കൂട്ടായ്മയുടെ ദൈവമാണ്. അതുകൊണ്ട് തന്റെ പുത്രനെ അയച്ച് നമുക്കെല്ലാം നമുക്ക് നൽകി തന്നതാണ് എഴുതിയിരിക്കുന്നത്. He is a God of fellowship, that's why he sent his son and gave us all. അപ്പൊ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ദൈവം, അവൻ കരുതാൻ അറിയാവുന്ന ഒരു ദൈവം, നടത്താൻ അറിയാവുന്ന ഒരു ദൈവം, എല്ലാം പങ്കുവെക്കാൻ അറിയാവുന്ന ഒരു ദൈവം, അങ്ങനത്തെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. We have a God who knows how to love, how to share and how to care. അതാ തിരുക്കുടുംബം എന്ന് വിളിക്കുന്നത്. ഹോളി ഫാമിലി എന്ന് പറയാം. ഫാദർ, സൺ, പിന്നെ മദറിന്റെ റോളാണ് ഈ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു തിരുക്കുടുംബത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇരിക്കണം ദൈവം ആഗ്രഹിച്ചു. That's why it's called a holy family, Father, Son and the Holy Spirit, and God wants us to be part അത് of that family. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ശരിയല്ല, എന്നെങ്കിലും നമുക്ക് മനസ്സിലാൻ വേണ്ടി ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ഹോളി ഫാമിലിയാണ്. The beauty of Christianity is this holy family. അപ്പൊ അതിനകത്തെല്ലാം പലതരത്തിലുള്ള സംസ്കാരങ്ങൾ കലർന്നു. ഈ പറയുന്ന വിശുദ്ധ കുടുംബത്തിനകത്തേക്ക് ആ ചിന്തകളിലും വേണ്ടാത്ത ഒത്തിരി കൾച്ചറുകൾ അകത്ത് കയറി. And even to this holy family, some elements of unwanted culture have അപ്പൊ crept in. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയാം? പൊല്യൂട്ടഡ് ആയി പോകും പെട്ടെന്ന്. നമുക്ക് പൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സാധനം അറിയത്തില്ല. വണ്ടികളൊക്കെ പോകുന്ന അതിന്റെ പൊല്യൂഷൻ ചെക്ക് ചെയ്യണമെന്ന് പറയത്തില്ലേ? ആ പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാശം ഉണ്ടാകും. അതുപോലെ ഈ സഭകളിലും എല്ലായിടത്തിലും വിശ്വാസധാരയിലെല്ലാം പൊല്യൂഷൻ കയറി വന്നു, പൊല്യൂട്ടഡ് ആയി. That's why it's all easily polluted. അങ്ങനത്തെ പൊല്യൂഷൻസ് എന്തോ സംഭവിക്കും, നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് ഒരു ദിവസം കൊണ്ട് നമുക്കൊന്നും സംഭവിക്കത്തില്ല. ഗ്രാജുവലി അതെല്ലാം നമ്മളെ എന്തോ ചെയ്യും, നമ്മളെ നശിപ്പിച്ചു കളയും. പൊല്യൂട്ടഡ് ആയിപ്പോയി. സുവിശേഷം പൊല്യൂട്ടഡ് ആയിപ്പോയി. The gospel has become polluted. എങ്ങനെ പൊല്യൂട്ടഡ് ആകുന്നത്? ആ പൊല്യൂട്ടഡ് ആകുന്നതിന്റെ ഒരു കാര്യം ഞാൻ നാളുകളായിട്ട് പറഞ്ഞിരിക്കുന്ന വെസ്റ്റേണൈസേഷനിൽ ഇത് പൊല്യൂട്ടഡ് ആയിപ്പോയി.
Because of westernization, even gospel is polluted. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരസ്ത്യമായിരുന്ന ഒരു കാര്യത്തെ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടപ്പോൾ അതിനകത്തും കലർപ്പുകൾ ഉണ്ടായി. When the Eastern became westernized, and that's when നിങ്ങൾ ഏത് കാര്യം എടുത്തു നോക്കിയോ, നിങ്ങളുടെ കൾച്ചർ എടുത്തു നോക്കിയോ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ എടുത്തു നോക്കിയോ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എടുത്തു നോക്കിയോ, നിങ്ങളുടെ ഡ്രസ്സിങ് എടുത്തു നോക്കിയോ, നിങ്ങളുടെ മറ്റേത് കാര്യം എടുത്തു നോക്കിയോ, ഏത് കാര്യത്തെയും പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടാൽ അത് നാശത്തിലേക്കേ അത് പോകത്തുള്ളൂ. You take any aspect, be it your dressing, whatever it is, if you're going to westernize it, there is going to be an element of pollution in it. അതായി പറഞ്ഞു, ഇവിടം വരെ ഉണ്ടായിരുന്ന കൈ ഇവിടായി വെസ്റ്റേണൈസേഷന്റെ ഭാഗമാണ്. നമുക്കത് കുഴപ്പമായിട്ട് തോന്നുമല്ല, പക്ഷെ നമുക്കത് ഓക്കെയാണ്. ഇപ്പം അതാ അങ്ങനെ ഗ്രാജുവലായിട്ട് നമ്മുടെ തനതായ കൾച്ചർ മാറിപ്പോകും. And that's how our original pure culture കണ്ടോ പൊല്യൂട്ടഡ് ആകുന്ന കണ്ടില്ലേ. അപ്പം നമുക്കത് കുറച്ച് കഴിയുമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്താ കുഴപ്പം നമ്മൾ തന്നെ ചോദിക്കും, അതിനെന്നാ കുഴപ്പം. After some time we ask ourselves, what's wrong with it? അതിനെന്താ കുഴപ്പം നമ്മൾ ചോദിക്കും. What is wrong with it? അവിടെയാണ് ആ പ്യൂരിറ്റി നഷ്ടപ്പെട്ടു പോകുന്നത്. That's where we അതാ lose ആ the purity. ഈസ്റ്റേണിനകത്ത് പൗരസ്ത്യമായിരുന്നതിനകത്ത് കലർപ്പില്ലാത്ത നല്ലതുണ്ടായിരുന്നു, അതിനെ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടപ്പോൾ അതിന്റെ തനിമ നഷ്ടപ്പെട്ടു. Whatever was Eastern was pure. When it mixed with the Western culture, it became impure. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിന്റെ ആത്മാവിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ വിജയം എന്ന് പറയുന്നത്. Victory is not by might, not by power, but by the Spirit of God. രണ്ടാമത്തെ കാര്യം ബേത്ത് എന്ന വാക്ക്, രണ്ട് എബ്രായ ഭാഷയിലെ നമ്പറിങ്ങിനകത്ത് ബേത്ത് എന്ന് പറഞ്ഞാൽ വീടെന്ന അർത്ഥം. ബേത്ത് The second alphabet in Hebrew is Beth, which means house. ബേത്ത് എന്ന് പറയുന്നത് ഒന്നാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ വാക്യത്തിൽ നിന്നാണ് ഈ ബേത്ത് എന്നുള്ള വാക്ക്. ആദ്യം നമ്മുടെ വേദപുസ്തകം, മലയാളം വേദപുസ്തകത്തിൽ എങ്ങനെ ആദിയിൽ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. The word Beth is found in Genesis 1:1. എന്നാൽ ഹീബ്രു ബൈബിളിനകത്ത് വീടെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, ബേത്ത് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. In Hebrew Bible, it begins with the word Beth. അപ്പൊ നിങ്ങൾ ചോദിക്കും അങ്ങനെ തന്നെയാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വാക്ക് അങ്ങനെ ബർഷീത് ബാറ എലോഹിം എറ്റ് ഹഷമായിം വെ എറ്റ് ഹഅരത്ത്, ഇങ്ങനെയാണ് ഒന്നാമത്തെ വാക്യം ഇരിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ബർഷീത്ത് എന്നുള്ള വാക്ക് ആദ്യം വെച്ചേക്കുന്നത്. So the Hebrew Bible begins by saying Bereshit bara Elohim vet haret. അപ്പൊ ഈ വാക്ക് എന്താ? ബർഷീത്ത് എന്നുള്ള വാക്കിന്റെ പ്രത്യേകത എന്നാ ചോദിച്ചാൽ തുടങ്ങുന്നത് ബേത്ത് എന്ന് പറഞ്ഞ വാക്കല്ലേ, രണ്ട് വാക്കുകൾ ചേർന്നാണ് ആദ്യത്തെ വാക്ക് തുടങ്ങുന്നത്. ബർ എന്ന് പറയുന്ന വാക്ക് വരാൻ വേണ്ടി രണ്ട് വാക്കുകളെ ഉപയോഗിച്ചിരിക്കുന്ന. ബർ എന്ന് പറഞ്ഞാൽ പുത്രൻ എന്നർത്ഥം, സൺ, പുത്രൻ എന്നർത്ഥം. അപ്പൊ ബർ വരണമെങ്കിൽ രണ്ട് വാക്കുകൾ വരണം, ബത്ത് പ്ലസ് റഷ്. ബത്ത് റഷ് എന്ന് പറഞ്ഞാൽ അത് തുടങ്ങുന്നത്. അപ്പൊ ബേത്താണ് ആദ്യം. അപ്പൊ വീടാണ് ആദ്യം ബൈബിളിന്റെ പ്രാരംഭത്തിൽ ഇരിക്കുന്നത്, ഒരു വീടിനെയാ കാണിക്കുന്നത്. So the word Bereshit begins by saying Beth and Resh. Beth means house. Resh means man's head. ഒരു തലയാ അതിനകത്ത് കാണുന്നത്, ഒരു മനുഷ്യന്റെ തലയാ അതിനകത്ത് ചിത്രം വരുന്നത്. And Resh means a man's head. അപ്പൊ വീട്ടിനകത്ത് ഒരാൾ ഇരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പിക്ചർ. So the first picture is that there is somebody in the house. അയാളെ വിളിക്കുന്നതാണ് ബർ എന്നാ വിളിക്കുന്നത്. ബർത്തിമായി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, തിമ്മയുടെ മകൻ എന്ന്. ബർയോന ഷിമോനെ എന്നൊക്കെ വിളിക്കുന്നില്ല. ബർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മകൻ എന്ന അർത്ഥം, സൺ. He is called Ber, which means son. അപ്പൊ അവിടെ ബർഷീത്ത് എന്നുള്ള വാക്ക് വേണ്ടി എഴുതിയെടുത്താൽ മതി. ബർഷീത്ത് എന്നുള്ള വാക്ക് 3-4 വാക്കുകൾ ചേർത്തുള്ളതാ. ബർഷീത്തിനകത്ത് ആദ്യം ഞാൻ പറഞ്ഞു ബർ പ്ലസ് റഷ് ഈസ് ബർ. അപ്പൊ ഒന്നാമത്തെ വാക്ക് ബർ എന്നാ അവിടെ വരുന്നത്. So the first word Bereshit is made of the letter Bet plus Resh, which is Ber. ബർ കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് വരുന്നത് അലേഫ് എന്നുള്ള വാക്ക്. അലേഫ് എന്ന് പറഞ്ഞാൽ ദൈവം, ഓൾമൈറ്റി ഗോഡ്, ദൈവ സർവശക്തനായ ദൈവമെന്നോ അല്ലെങ്കിൽ ദൈവമെന്നോ എങ്ങനെ എഴുതിയ ഗോഡ് എന്നുള്ള ആസ്പെക്റ്റിൽ ഓൾമൈറ്റി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക്. Then comes the alphabet Aleph, which means Almighty God. സർവശക്തനായ ദൈവം അല്ലെങ്കിൽ ദൈവം. മൂന്നാമത്തെ വാക്ക് എന്ന് പറഞ്ഞാൽ ഷിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഡിസ്ട്രോയിഡ്, കിൽഡ്, അല്ലെങ്കിൽ നശിപ്പിക്കുക, അല്ലെങ്കിൽ കൊല്ലുക, മരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. So the next alphabet is Shin, which means to destroy. ഷിൻ എന്നുള്ള വാക്ക് നിങ്ങൾ പലപ്പോഴും യേശുവ എന്നുള്ള വാക്ക് കാണുന്നില്ല. യോ ഷിൻ ഇൻ നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഷിൻ എന്ന് പറഞ്ഞാൽ പിയേഴ്സ്ഡ് എന്ന അർത്ഥം, കിഴിക്കുക അല്ലെങ്കിൽ മരണപ്പെടുക, ഇല്ലാതായി പോവുക എന്നൊക്കെയുള്ള വാക്കാണ് ഷിൻ. Shin, we know in the word Yeshua, Yod Shin Wa Hain, which means to be pierced or to destroy. അപ്പൊ ഷിൻ എന്ന് പറയുന്നത് എന്ത്? ഷിൻ എന്ന യോത്ത്. അടുത്ത വാക്ക് വരുന്നത് യോത്ത്, ഹാൻഡ് എന്നാ വരുന്നത്. Next alphabet in this word Bereshit is Yod. യോത്ത് എന്ന് പറഞ്ഞാൽ കൈ എന്ന, അല്ലെ എഫേർട്ട് എന്ന് വേണേ പറയാം. നമ്മുടെ അവന്റെ
അവൻ്റെ പ്രവൃത്തിയാൽ, അവൻ ബൈ ഹിസ് ഓൺ എഫേർട്ട് എന്ന് പറയുന്നതിനും ഈ പറയുന്ന പോലെ ഷിൻ എന്നാണ്, യോത്ത് എന്നുള്ള വാക്ക് വരും. അവസാനത്തെ വാക്കാണ് തൗ എന്നാണ്, TAU എന്ന് വേണം എഴുതാം. തൗ എന്ന് പറഞ്ഞാൽ ക്രോസ് എന്ന അതിൻ്റെ അർത്ഥം, കുരിശ് എന്ന അതിൻ്റെ അർത്ഥം. തൗ the alphabet Yod means hand or by his own effort, and the last letter is Tau, which means cross. അപ്പം ഞാനിപ്പം പറഞ്ഞ വാക്കുകളൊക്കെ ബർ അലെവ് ഷിൻ യോത്ത് തൗ. ബർ അലെവ് ഷിൻ യോത്ത്, എത്രയൊക്കെ വാക്കുകളുണ്ട്? ബർ അലെവ് ഷിൻ യോത്ത് തൗ, 5 വാക്കുകൾ. നിങ്ങൾ 5 വാക്ക് മനസ്സിലായില്ലേ? 5 എന്തിനെ കാണിക്കുന്നു? കൃപയെ കാണിക്കുന്ന വാക്കാണ്. അലെഫ്, ബേത്, ഗിമേൽ, ദാലത്ത്, ഹേ, അല്ലേ? അപ്പൊ 5 വാക്കുകൾ ചേർന്നാണ് ബർഷീത്ത് എന്നുള്ള വാക്ക്. So the word Bershit consists of 5 words, which is Ber, Aleph, Shin, Yod and Tau. അപ്പൊ ഈ വാക്കുകളോട് ചേർത്ത് വായിച്ചാൽ the Son of God will be destroyed by his own effort on a cross എന്ന് പറഞ്ഞു. കുരിശിന്റെ മേൽ തന്റെ സ്വന്തം പ്രവൃത്തിയാൽ അവൻ മരണപ്പെടുന്ന ദൈവത്തെയാണ് കാണിക്കുന്നത്. So when you actually look at the meaning of this word Bershit, it means the Son of God will be destroyed by his own effort on a cross. എന്ന് പറഞ്ഞാൽ തന്നെത്താൻ ദൈവത്തിന്റെ പുത്രൻ കുരിശിൽ മരിക്കുമെന്നാണ് ഇത്രയും വാക്കുകളുടെ അർത്ഥം. അപ്പോൾ ബൈബിൾ തുടങ്ങുന്നത് തന്നെ ഒരു ഭവനം, ഒരു മകനെ കാണിക്കുന്നു. അതിനകത്ത് നമുക്ക് തരുന്ന സന്ദേശം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെയും ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല, ഞങ്ങളുടെ കൂട്ടായ തീരുമാനത്താൽ ഇതിനകത്തുനിന്ന് ഒരാൾ പോയി കുരിശിൽ മരിക്കും. ആ കുരിശ് ആദ്യമേ നാട്ടി. Bible begins with the cross where it says we will not allow anyone to be destroyed with our own effort. We will save every human being. അതാണ് യെശയ്യാവ് 46:10 എഴുതിയിരിക്കുന്ന വാക്ക്. That's why it says in Isaiah 46:10, ആദിയിങ്കിലെ അവസാനം കണ്ട, he saw the end from the beginning. യെശയ്യാവ് 46:10, Isaiah 46:10. 46:10 വരട്ടെ. ആരംഭത്തിങ്കിൽ തന്നെ അവസാനം, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കേണ്ട. അപ്പൊ ആരംഭത്തിങ്കിൽ എന്തോ ഉണ്ടായി, ഇൻ ദ ബിഗിനിങ്. അവരുടെ റിഡംഷൻ. ഞാനിത് വീണ്ടെടുപ്പിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടി ഇത്രയും സഞ്ചരിച്ചു പോയത്. വീണ്ടെടുപ്പ് എന്ന് പറയുന്നതാണ് ആദ്യം സംഭവിച്ച കാര്യം. വീണ്ടെടുപ്പിന്റെ അനന്തര ഫലമാണ് എന്താണ്? നമ്മൾ ഈ കാണുന്ന കുരിശ്. So what happened in the beginning was redemption, and the result is a cross. ഈ കുരിശ് എന്തായിരുന്നു? വാസ്തവത്തിൽ യേശു മരിക്കുന്നതിന് മുമ്പേ കുരിശ് അപമാനമായിരുന്നു, ഷെയിം ആയിരുന്നു, കേഴ്സ് ആയിരുന്നു. Cross was a sign of shame prior to Jesus' death. ഗലാത്യർ 3:13 എഴുതിയിരിക്കുന്നുണ്ട്, ഈ മരത്തിൽ തൂങ്ങപ്പെടുന്നവനെല്ലാം ശപിക്കപ്പെട്ടവന്. പക്ഷെ യേശു തൂങ്ങിയപ്പോൾ ശാപങ്ങൾ അവൻ ഏറ്റെടുത്തു, ശാപം അനുഗ്രഹമാക്കി തീർത്തു. Galatians 3:13 says, "Cursed is everyone who hangs on a cross," but when Jesus died on the cross, he took upon himself all the curse. അത് കഴിഞ്ഞിട്ടുള്ള 14ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തയേശുവിൽ കൂടി നമുക്ക് വരേണ്ടതിന്. But verse 14 says, so that the blessings of Abraham might come upon us Gentiles. അപ്പോൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിന്റെ അനുഗ്രഹം ഉറപ്പാ. If you look at the cross, your blessing is assured. നമുക്കൊരു മോഡൽ ഒരാളെ വെച്ചിട്ടുണ്ട്, അതാ ഇബ്രാഹിം എന്ന് പറയുന്നത്. അബ്രഹാം എന്ന് പറഞ്ഞ പിതാവിനെ അവൻ മോഡലാക്കി വെച്ചിരിക്കുന്നത്, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. We have a model father Abraham who was blessed. രണ്ട് കാര്യത്തിനകത്തും, ഒന്ന് അനുഗ്രഹത്തിനകത്തും അവനെ പിതാവെന്ന് വിളിക്കാം, വിശ്വാസത്തിനകത്തും അവനെ പിതാവെന്ന് വിളിക്കാം. We can call him a father in terms of blessing and in terms of faith. ഇന്ന് ഈ പറയുന്ന ഈ എന്താ പറയുന്നത്, ഇപ്പോഴത്തെ എലോൺ മസ്ക് ഒന്നും പറഞ്ഞ ഒന്നുമില്ല അബ്രഹാമിന്റെ മുമ്പിൽ. ആ കാലഘട്ടത്തിൽ ഏറ്റവും സമ്പന്നനായ മനുഷ്യനാണ്. Abraham was the most blessed of all time. എന്ന് പറഞ്ഞ അത്രയും 318 റൊസലേസിനെ വീട്ടിൽ നിർത്തണമെങ്കിൽ ചെറിയ കാര്യമല്ലോ വന്നു. He had giants, 318 of them. ഇദ്ദേഹത്തിന്റെ കിച്ചൺ അപ്പൊ എന്തോ ഒരു വലുതായിരിക്കും. What huge kitchen he would have had. ഒരു 4-5 പേരുള്ള വീട്ടിൽ മോളെ നീ രാവിലെ എഴുന്നേറ്റിട്ട് അവസാനം എവിടെ കടന്ന് ഉറങ്ങടാന്ന് പറഞ്ഞാ നീ കിടന്ന് ഉറങ്ങുന്നത്. It's very, very difficult to maintain a household of 5 people. അല്ലേ? നമുക്കും കഴിക്കണം, ഭർത്താവിനും കൊടുക്കണം, പിള്ളേർക്കും കൊടുക്കണം, അവസാനം തലയായിക്കുമ്പോഴത്തേക്ക് അടുത്ത ദിവസമായി നെക്സ്റ്റ് ഡേ ആയി കഴിച്ചു. Our children and the entire household. അങ്ങനെയാണ് നിങ്ങൾ അബ്രഹാമിനെ ഓർത്തൊക്കെ. ഇത്രയും പുള്ളിയുടെ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങേർക്കാപ്പാട് ഒരു ഭാര്യയുമുണ്ട് അല്ലേ? പിള്ളേരുമില്ല, ഒന്നുമില്ല, മുഴുവൻ ആൾക്കാർ ചുറ്റുവട്ടത്തിരിക്കുന്ന ആൾക്കാർ. ഇറങ്ങിയപ്പോ എത്ര പേര് വന്നായിരുന്നു? 3. ഇറങ്ങിയപ്പോ 3 പേരില്ലായിരുന്നു ഇല്ലേ? ഒരു തവണ നല്ലത് നോക്കി അങ്ങോട്ടങ്ങ് പോയില്ലേ? അപ്പൊ ഇപ്പൊ എത്ര പേരുണ്ട്? അയാളുടെ ഭാര്യയുടെ കാര്യം നോക്കാൻ വേണ്ടി എത്രയും വലിയ ആൾക്കാർ വേറെ ആരാണ്ടിരിക്കുന്നു. പിന്നെ കയറി വന്നതാ ബാക്കിയല്ല.
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ട് നീ ഇറങ്ങിയാൽ നിന്നെ ചുറ്റിപ്പറ്റി ഒത്തിരി എണ്ണം എഴുന്നേറ്റ് വരും. If you have heard the promise of God and set out, many will be added to you, like Abraham's story. എന്നെ തന്നെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്കൊക്കെ കേട്ടു, പക്ഷെ നമ്മൾ എഴുന്നേക്കത്തില്ല, നമ്മൾ ചലിക്കത്തില്ല. Are you still alone? You have heard അബ്രഹാം promise, you വീട് have not പണിതില്ല, അബ്രഹാം started out. കൂടാരമേ ഉണ്ടാക്കിയുള്ളൂ. പണിതത് മുഴുവൻ ഓൾട്ടർ ആയിരുന്നു അല്ലേ? നമ്മൾ ഇതുവരെ പണിയാത്ത സാധനത്തിന്റെ പേരാ ഓൾട്ടർ, പണിതതിന്റെ പേരാണ് വീട്. അപ്പൊ വീട് പണിതേക്കുന്നതുകൊണ്ട് നമ്മൾ ആ വീടുമായിട്ട് ചുറ്റിപ്പറ്റി നടക്കും. What Abraham built was not a house but an altar. അപ്പോൾ What we do is we build a house and then forget about altar. സ്വന്തമായിട്ടില്ലാഞ്ഞത് കൊണ്ട് അയാൾക്ക് മൂവ് ചെയ്യാൻ എളുപ്പമായിരുന്നു. Since he did not have a house of his ഞാനൊരു own, മർമ്മം it was പറയട്ടെ, easy to move. ദൈവിക വാഗ്ദത്തം കേട്ട് സഞ്ചരിക്കുന്നവൻ വർദ്ധിക്കും. Those who move according to the promise of God will increase. ദൈവത്തിന്റെ വാക്കുകളെ കേട്ട് സഞ്ചരിക്കുന്നവൻ വർദ്ധിക്കാതെ ഒരിക്കലും നശിച്ചു പോകത്തില്ല, വർദ്ധിക്കും. He will keep on increasing. നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. ഇടയ്ക്കാണെങ്കിലും ഈ അബ്രഹാമിനൊക്കെ തലതിരിഞ്ഞു പോയിട്ടുണ്ട്. ഈജിപ്തിൽ ഏതാണ്ട് കിട്ടുമെന്ന് വിചാരിച്ചു, ക്ഷാമം വന്നപ്പം, ഫാമിൻ വന്നപ്പം ഈജിപ്തിലോട്ടൊക്കെ അറിയാതെ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ദൈവത്തിന് അറിയാം മനുഷ്യന് ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്. പക്ഷെ ദൈവം കൂടെ നിൽക്കുന്നവനാണ്. Abraham had sidetracked in the middle. He had gone down to Egypt at the time of famine, but God understands. നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അബ്രഹാം പോകുന്ന വഴിയിൽ ദൈവം അബ്രഹാം ആരെങ്കിലും കൊല്ലുകയോ അടിക്കുകയോ എല്ലാം ചെയ്തു? Did Abraham kill anyone on the way he went? പോകുന്നിടത്ത് അവരോട് പറയാം അടിക്കടാ കൊല്ലടാ അത് മുഴുവൻ കൊള്ളയിടാ അങ്ങനെ വല്ലതും ചെയ്തു? Did he loot anyone? Did he kill anyone? ഒരിടത്ത് എന്ന് കഴിഞ്ഞാൽ പറഞ്ഞു നീ എന്നെ ധനികനാക്കിയെന്ന് പറയുന്നത് നിന്റെ ഒരു ചരട് പോലും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ ആളാ. When he went to one place, they said, we don't need anything from you. You made us rich. അതുകൊണ്ടാണ് ഗലാത്യർ 3:14 എഴുതിയിരിക്കാൻ വേറെ ആരെയും കൂട്ടുപിടിക്കില്ല, അബ്രഹാം മാത്രമാണ് നമ്മുടെ ലൈന്. That's why it says in Galatians 3:14, don't join with anyone in the Old Testament. We have only connection with Abraham. അതുകൊണ്ടാണ് പറയുന്നത് ഈ പേർഷ്യൻ അല്ലെങ്കിൽ മിദ്യാനിയ ഇൻഫ്ലുവൻസുകളൊക്കെ ഇത് അറിയാതെ ഈ ദൈവിക വിശ്വാസത്തിനകത്ത് കയറി വന്നപ്പോൾ കൊല്ലാനും തിന്നാനും അടിക്കാനും നശിപ്പിക്കാനും ചുട്ട് കരിക്കാനും അല്ലേ. ഒരു ചെറുക്കം വന്നേച്ച് ക്ഷമ പറയുക, ഞാൻ ആ പെങ്ങളെ കെട്ടിക്കോളാം, 12 വിടത്തില്ല. മനസ്സിലെ ദീനായുമായിട്ട് അവന് ഒരു ഇഷ്ടം, ഷേഖേമിനൊരു ഇഷ്ടം തോന്നി. അപ്പോൾ അതറിഞ്ഞപ്പം ഇങ്ങനെ നീല കടോൽഖജന്മാരായിട്ട് ഇങ്ങനെ നിൽക്കുമല്ലേ ഇവർ പറഞ്ഞു. ഇപ്പം അവൻ വന്ന് ക്ഷമ പറഞ്ഞു, എനിക്ക് പറ്റിപ്പോയി അബദ്ധം, ഞാൻ അവളെ കല്യാണം കഴിച്ച് ഞാൻ അവളെ ജീവിപ്പിച്ചോളും. സമ്മതിച്ച് അവൻ അങ്ങോട്ട് പോയപ്പോൾ എല്ലാം കൂടെ പോയച്ച് ആ പട്ടണം എല്ലാം നശിപ്പിച്ചു, തീയിട്ട് ചൂട്ട് കൊള്ളയടിച്ച് എല്ലാത്തിനും നശിപ്പിച്ചു. അതേ ദൈവം എനിക്കറിയത്തില്ല ദൈവത്തെ. In the Old Testament, because of the connection with Midian, there is a lot of murder and killings that are mentioned. It is not from God. And we know that even in the story of Dinah and Shechem was ready to marry her, but all the brothers went ahead, killed him and the entire city. And which God is that? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചു നോക്കണം, നമ്മുടെ ദൈവം സഹിഷ്ണുതയുടെ ദൈവമാണ്. Our God is a God of patience. ഏറ്റവും വലിയ എക്സാമ്പിൾ യേശു എന്ന് പറഞ്ഞു, ഇവിടെ അടിച്ച അപ്പുറം കാണിക്കണമെന്ന്. Jesus is the right example. When you are പല്ലിന് പകരം പല്ലെന്ന് പറയുന്ന സമയത്താണ് പറയുന്നത് ഇവിടെ അടിച്ച അപ്പുറം കാണിക്കണമെന്ന്. At a time where they said tooth for tooth, Jesus said, നിങ്ങൾ വാസ്തവമായിട്ട് ചിന്തിക്കുക, പല്ലിന് പകരം പല്ലും കണ്ണിന് പകരം കണ്ണും പറയുന്ന ദൈവത്തിലല്ലേ നമുക്ക് ഇഷ്ടം? You tell the truth. Do you like a God who asks for... നമ്മൾ ചില തത്വചിന്തകളൊക്കെ പറയും, മനുഷ്യനല്ലേ അപ്പം വേദനിച്ചാ തിരിച്ചതല്ലാതിരിക്കുമോ, നോക്കുമ്പോൾ പിന്നെ ഉപദ്രവിക്കാതിരിക്കുമോ എന്നൊക്കെ പറയുന്നത് നീ ഇതുവരെ യഥാർത്ഥമായ ആളെ കണ്ടിട്ടില്ലെന്ന് അതിൻ്റെ അർത്ഥം. And then you say we are human beings, we also get hurt. How can we not retaliate? അടുത്തിരിക്കുന്ന ആളോട് പറ, അയ്യോ എനിക്ക് തോന്നുന്നു ബ്രദറെ സിസ്റ്ററെ നിങ്ങളോടാ ഇത് പറഞ്ഞാകുന്നത്. Tell the person next to you, I think this message is for you. അല്ലേ, നമുക്ക് പകരം ചെയ്യാനല്ലേ തോന്നുന്നത്. പകരം ചെയ്യണ്ടല്ലേ, റിറ്റാലിയേഷൻ എന്ന് പറയല്ലേ, പകരം ചെയ്യാൻ. We want to give it back. അല്ലേ, എങ്ങനെ നമ്മൾ ചെയ്യുന്ന റിറ്റാലിയേറ്റ് ചെയ്യുന്ന എങ്ങനെ? നീ അത് അടിച്ചല്ലേ, ഞാൻ അടിക്കും വേടാന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുകയല്ലേ, നോക്കിക്കോണം ഇപ്പം. You are waiting for a chance to എന്നിട്ട് ഞായറാഴ്ച വന്നു കുരിശലോട്ടം കയറുക. ആരാധനയ്ക്കൊക്കെ കൈയൊക്കെ പൊക്കി മറ്റവൻ്റെ മുഖത്ത് പിടിച്ച് ഭയങ്കര വർഷിപ്പാണ്. പക്ഷെ അകത്ത് മുഴുവൻ എന്തോ കുടിപ്പകയും കൊണ്ട് നടക്കുന്നത്. കുടിപ്പക എങ്ങനെ നശിപ്പിക്കണം. And on Sunday we are lifting our hands and worshiping, keeping so much of offenses in our heart. പല മീറ്റിങ്ങുകൾ പോലും ആരംഭിക്കുന്നത് കുടിപ്പകയുടെ പേരില്ല. Many meetings begin. അവരെ കാണിച്ചു കൊടുക്കാവുന്നത് ഏതാ, ഇതിനകത്ത് തന്നെ ഒരു ബദൽ മീറ്റിംഗ് ഒക്കെ ആരംഭിക്കുക. കുടിപ്പകയാത് പകയകത്ത് എങ്ങനെ ടു ഡിസ്ട്രോയ് ദം, അവരെ നാണം കെടുത്താൻ വേണ്ടി ഇതാകാൻ പറ്റി. അവരൊക്കെ നമ്മൾ അങ്ങനെ വരുന്ന ചിന്ത വരുന്നുണ്ടെങ്കിൽ ദൈവികമാണെന്ന് ഞാൻ പറയത്തില്ല. I would never say such thoughts are godly.
അപ്പം നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, എവർ പാർഡനിങ് ലവ്. കുരിശിലോട്ട് നിങ്ങൾ നോക്കിയേ, നിത്യമായ ക്ഷമയാൽ നമ്മളെ ക്ഷമിച്ച് സ്നേഹിച്ച ദൈവമായത്. Our God is a God of ever pardoning love. അതാ കുരിശ് കാണുമ്പോൾ ഈ കുരിശ് ഞാനിതിന് ഇത് ഇടയ്ക്കിടയ്ക്ക് പൊക്കി കാണിക്കുന്നത് ചിലർ ഇത് ഓർക്കാൻ വേണ്ടിയാ. ഇത് കാണുമ്പോൾ നീ ഓർത്തോണമേ, നിന്റെ സകല കുറവുകളും ക്ഷമിച്ചവനാ. He is a God who has forgiven all your sins and mistakes. ഞാൻ എപ്പോഴും പറയും, ദ വേ യു ആർ, നിന്നെ മാറ്റിയില്ല. നിന്നെ മാറ്റാതെ തന്നെ നീ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ നിന്നെ സ്നേഹിച്ചവനാ. He did not change you. He did not wait for you to change. He loved you as you were. പ്രോഡിഗൽ സൺ, ഇപ്പം മുടിയനായ പുത്രന്റെ കഥയ്ക്കകത്ത് അവനെ മാറ്റിയോ? അവനെ ഒന്നും ചെയ്തില്ല. അവനെ കണ്ടതുപോലെ തന്നെ അവന്റെ മേലെ അതിലെടുത്തിടും. In the story of the prodigal son, the father did not change him. He was received as he was. It is actually a challenging. നമ്മുടെ മുമ്പിലുള്ളൊരു വെല്ലുവിളിയാണ്. Can you love a person the way he is? അവൻ ഇരിക്കുന്ന പോലെ അവനെ സ്നേഹിക്കാൻ പറ്റുമോ? വലിയ പാടാ. It's very challenging for us to love a person as he is. നമ്മൾ ഈ എല്ലാം നോക്കിയ ഈ സമൂഹത്തിലൊക്കെ ഇപ്പം മദ്യപിക്കുന്ന ഒരാളെ കണ്ട് മദ്യപാനം നിർത്തിയിട്ടാണ് അവനെ സ്നേഹിക്കുന്നത്. ഈ മദ്യപിക്കുന്നവനെ സ്നേഹിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? If someone is an alcoholic, are you able to love him as he is, or should he നമ്മൾ get rid of പറഞ്ഞ that അവനെ habit? മാറ്റിയിട്ട് എന്ന് ഞാൻ കൈതരാമെന്നാ പറയുന്നത്. മാറിയൊക്കെ വരാമെങ്കിൽ ബ്രദറെ സിസ്റ്ററെ കൈതരാമെന്ന് പറയുന്നത്. ഇല്ല, കർത്താവ് അങ്ങനെയൊന്നുമല്ല ചെയ്തത് അല്ലേ. ബെഥാനിയയിലെ വീട്ടില് കൂടെ പോകുമ്പോൾ തന്നെ എന്തോ യേശുവിന് ചുറ്റിക്കളി ഉണ്ടെന്നാ ചിന്തിക്കുന്നല്ലേ. When he went to the house, his favorite house in Bethany, people thought that he has some business at the back. കരുതുന്ന ദൈവം, സ്നേഹിക്കുന്ന ദൈവം. He's a God who loves and cares. റൂത്തിന്റെ പുസ്തകത്തിനകത്ത് കണ്ടില്ലേ, പുതപ്പ് മാറ്റി കാലിന്റെ അടിയിൽ കയറി കിടക്കുമ്പോൾ എന്തെല്ലാം തരത്തിൽ ചിന്തിക്കാം, ആൾക്കാരെന്തെല്ലാം പറയും. അതിന് പ്രോത്സാഹിപ്പിച്ച അവളുടെ അമ്മായിയമ്മയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെൽട്ടറാണെന്നാ പറഞ്ഞത്. നിന്റെ വിശ്രമം, നിന്റെ എന്താ പറയുക, ആശ്വാസ കേന്ദ്രമാണിത്, നീ അവിടെ കയറാനാ പറഞ്ഞത്, പ്രോത്സാഹിപ്പിച്ചു. In the book of Ruth, when Naomi encouraged Ruth to be under Boaz, people could think of something else. നമുക്ക് എല്ലാവർക്കും ഒരു ഷെൽട്ടർ ആവശ്യമാണ്. അതാ യേശു കർത്താവ് കുരിശിന്റെ മേൽ നമുക്ക് ഒരുക്കിയത് ഒരു വലിയ ആമേൻ ഹല്ലേലൂയ എന്താ പറയുന്നത്, ഒരു ഷെൽട്ടറാണ്. നമുക്ക് വേണ്ടി ഒരു പാർപ്പിടം അവൻ ഒരുക്കിയത്. He prepared a shelter or a resting place for us, and that's Jesus. അപ്പോൾ തന്നെത്താൻ ദൈവത്തിന്റെ പുത്രൻ കുരിശിൽ മരിച്ചു. Son of God went to the cross by his own effort. അപ്പോൾ അങ്ങ് വിക്ടറി ബിഗിൻസ് ഇൻ ഗോഡ്സ് ഹൗസ്. ദൈവ ഭവനത്തിലാണ് വിജയങ്ങൾ ആരംഭിക്കുന്നത്. ഒന്നാമത് ഞാൻ പറഞ്ഞെന്തോ, ദൈവമാണ് വിജയത്തിന്റെ സ്രോതസ്. ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ്. എല്ലാ വിജയങ്ങളുടെ ഉറവിടം ദൈവമാണ്. രണ്ടാമത് ബർത്ത് എന്ന് പറയുന്ന വാക്കിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ ഭവനത്തിലാണ് വിജയങ്ങൾ ആരംഭിക്കുന്നത്. ദൈവഭവനത്തിലെ വിജയം ആരംഭിക്കത്തുള്ളൂ, യഥാർത്ഥമായ വിജയം. So I mentioned the first alphabet Aleph, which means God is a source of victory. Second alphabet Bet, which means victory begins in God's house. നിങ്ങൾ നോക്കിയാൽ ദൈവം വസിക്കുന്ന ഒരു ഭവനം ഉണ്ടെങ്കിൽ ആ ഭവനം ഒരിക്കലും തോറ്റുപോകത്തില്ല. If there is a house where God dwells, they will never fail. ദൈവം വസിക്കുന്ന ഭവനമാണോ ആ ഭവനം വിജയിച്ചിരിക്കും. If that's a house where God dwells, they will നമുക്ക് ഈ always be വാക്യം പറയാൻ, ഒരു victorious. ബാധയും നിന്റെ കൂടാരത്തിനടുത്ത് വരത്തില്ലെന്നൊക്കെ പറയാൻ എളുപ്പം, പക്ഷെ ദൈവം അവിടെ ഉണ്ടെങ്കിൽ ബാധ വരൂ. No disaster shall come near your tent if God കട്ടിലമേലും is പുറമേടി there. മേലും രക്തം, ആടിന്റെ രക്തം പുരട്ടിപ്പം കയറത്തില്ലെങ്കിൽ കർത്താവ് നിന്റെ ഭവനത്തിൽ വസിക്കുവാണെങ്കിൽ എന്തിനേലും അതിനകത്ത് കയറാൻ പറ്റുമോ? If the blood of the lamb could save people from the angel of death, how much more if God dwells in your house? ആമേൻ ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 24-ാമത്തെ അവസാനത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിന് യോശുവ പറയുന്നുണ്ട്, നിങ്ങളുടെ കാര്യം എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലി നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം, പക്ഷെ ഞങ്ങൾക്കൊരു തീരുമാനമുണ്ട്. ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ കർത്താവിനെ പിന്തുടരും. ഞങ്ങൾ കർത്താവിന്റെ വാക്കുകൾ കേട്ട മുമ്പോട്ട് പോകും. അതൊരു വലിയ തീരുമാനം, ഓരോ വീട്ടുകാരും എടുക്കേണ്ട തീരുമാനം. ബാക്കിയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പോകുന്നുണ്ട്, ചർച്ചിൽ പോകുന്നുണ്ട്, കൂട്ടായ്മയ്ക്കകത്തൊക്കെ ഇരിപ്പുണ്ട്. എനിക്കറിയത്തില്ല എല്ലാവരും ഇപ്പൊ ജഡ്ജ് ചെയ്യാൻ, ന്യായം വിധിക്കാനൊക്കെ എനിക്ക് പറ്റും. പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിന്റെ പിന്നാലെയാണ്. As it says in Joshua 24:15, me and my household we shall serve the Lord, and that's a decision that we have made as a household. മൂന്നാമത്തെ വാക്കാണ് ഗീമേൽ എന്ന വാക്ക്. അലെഫ് ബേത്ത് ഗീമേൽ എന്നുള്ള വാക്കാണ്. And the third alphabet is Gimel. ആ വാക്കിന് ടു ഗിവ്, കൊടുക്കുക അല്ലെങ്കിൽ വഹിക്കുക എന്നൊക്കെ പറയുന്ന അർത്ഥങ്ങളുണ്ട്. ക്യാരി, ടു ഗിവ്, ഇതൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. And the meaning is to carry, to give. അപ്പൊ കൊടുക്കുക എന്ന് പറയുന്നത്, കൊടുക്കുന്നതിനകത്തൂടെ വിജയം വരും. വിക്ടറി കംസ് ത്രൂ ഗിവിംഗ്. കൊടുക്കുന്നതിനകത്തൂടെ വിജയം സംഭവിക്കും, ഉറപ്പായ കാര്യമാണ്.
Victory comes through your giving. And not only that, giving releases God's supply, divine supply. ദൈവികമായിരിക്കുന്ന ഒഴുക്കുകൾ, നമ്മളിലേക്കുള്ള ഒഴുക്കുകൾ സംഭവിക്കുന്ന ഈ നൽകുന്നതിൽ കൂടിയാണ്, കൊടുക്കുന്നതിൽ കൂടിയാണ്. And through our giving, it releases God's supply. ഞാൻ ഒരിക്കൽ ഇത് പറഞ്ഞപ്പോൾ കൊടുക്കുന്നതിനെ കുറിച്ച് ഞാൻ പഠിപ്പിക്കും. കാര്യം ആൾക്കാർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് കൊടുക്കാതിരിക്കരുത്, കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർക്ക് തോന്നും. ഇതൊക്കെയാണോ പഠിപ്പിക്കുന്നത്? ഇതും പഠിപ്പിക്കേണ്ടതാണ്. It is important that I teach about giving. You need to understand about giving. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആദ്യം കിട്ടിയ എനിക്ക് 2 പൈസയാണ് ആദ്യം കിട്ടിയത്. ആദ്യം കിട്ടിയത് പുട്ടവർത്തി ചെന്നപ്പോൾ ഒരു ചായൻ 20 രൂപ തന്നു. ഞാനത് വാങ്ങിച്ച് ഞാൻ തിരിച്ചു കൊടുത്തു. My first offering as I started ministry was 20 rupees from someone in Puttaparthi when I went for missions. I gave it back. ഒന്നാമത്തെ കാര്യം അവരുടെ ഹാർഡ് ഏൺ മണിയാണ്. എനിക്ക് കാശിന്റെ ആവശ്യമില്ല, അങ്ങോട്ട് കൊടുക്കാൻ സന്നദ്ധനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അവരുടെ 20 രൂപ കൊണ്ട് എനിക്കൊന്നും സാധിക്കാനില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു. First of all, I didn't need their money. I went there to help and I did not need his money. So I know that this 20 rupees is their hard-earned money, so I returned it. അപ്പൊ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ അകത്തൊരു പെട്ടെന്നൊരു കാണൽ പോയി. എന്തോ നീ കാണിച്ചത്? നിനക്കൊരു അനുഗ്രഹമായിരിക്കാൻ, അവർക്കൊരു അനുഗ്രഹമായിരിക്കാൻ അയാൾ തന്നതല്ലേ, അയാളുടെ അധ്വാനത്തിന്റെ ഭാഗം. ഞാൻ തിരിച്ചു ചെന്ന് വെച്ചാൽ ഇത് വാങ്ങിച്ചു. And after I returned it, immediately a voice spoke to me that, what did you do? He's given it to be a blessing and you have stopped his blessings. ഞാൻ ഈ ചിലര് സങ്കടപ്പെട്ടൊക്കെ കൊണ്ടുതരും. എനിക്ക് മനസ്സിലാകുമല്ലോ സങ്കടപ്പെട്ടൊക്കെ കൊണ്ടുതരുന്ന പറഞ്ഞാൽ അവർക്ക് ഇല്ലായ്മയിൽ നിന്ന് കൊണ്ടുതരുന്നതിന്റെ കാര്യമല്ല പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ്, വേണ്ട എന്ന് പറഞ്ഞതാണ്. അല്ലെ വാങ്ങിക്കാനുള്ള ശീലവുമില്ല. അന്നൊന്നും വാങ്ങിക്കുന്ന ശീലമില്ല. ബിസിനസ്സിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് വാങ്ങിക്കാൻ അറിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തിരിച്ചു കൊടുത്തു. പക്ഷെ ഞാൻ പോയി വാങ്ങിച്ചു. Because I was not used to taking money from people. I was in business. I didn't need money and I thought it is out of their poverty they gave. I returned it, but then I went back and took that money back from him. ചർച്ചിൽ അങ്ങനെ ഈ പൈസയെ കുറിച്ചൊന്നും പറയുന്ന സംഭവം ഒന്നും ആദ്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോഴങ്ങനെ ഇരുന്നപ്പോഴാ മുമ്പിൽ ഇപ്പം നമ്മൾ ആ കഴിക്കുന്നതിൻ്റെ ഭാഗത്ത് ടോയ്ലറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി, കാര്യം ചർച്ചിൽ വരുന്നവർക്ക് ടോയ്ലറ്റിൽ പോകാൻ സംഭവമില്ല, ടോയ്ലറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു അന്ന് ആദ്യമായിട്ട് ഇവിടെ എൻവലപ്പ് അടിക്കുന്നത്, എൻവലപ്പ് ഉണ്ടാക്കുന്നത്. Initial days of our church, we never spoke about giving, but a need came to build a toilet for the church. That's when we actually printed covers in the church for offering. അപ്പൊ എൻവലപ്പിനകത്ത് ഒരാൾ 20 രൂപ ഇട്ടുകൊണ്ടത് അതിൽ എഴുതി, പേരൊക്കെ എഴുതി എനിക്ക് കൊണ്ടു തന്നു. 20 രൂപ Somebody put 20 rupees in that envelope. എന്ന് പറഞ്ഞാൽ അതിൽ എഴുതിയിട്ടുണ്ട് ₹20 എന്നുള്ളിടത്ത് 20 rupees ആടെ പേരും ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്റെ കൊണ്ടു തന്നു. ഇത് എന്റെ ദശാംശം എന്റെ ദശാംശമാണ്. And that person said, this is my offer, this is my tithe, and wrote his name on the cover. ആൾക്ക് 5 വയസ്സേ ഉള്ളൂ, പേരെഴുതിയിരിക്കുന്നത് തങ്കം. And the person was 5 years old. 5 വയസ്സുള്ള തങ്കമാണ് എനിക്ക് ആദ്യമായിട്ട് 20 രൂപ. വേണ്ടില്ലേ? നിങ്ങൾ നോക്കിയ തൈത്ത്. ഞാൻ ചോദിക്കട്ടെ, അവളുടെ വിദ്യാഭ്യാസത്തിനകത്തെല്ലാം ദൈവം ഇടപെട്ടു. And because of that act of her giving tithe to me, ഇന്നും ആ കവറിന്റെ ഇരിപ്പുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണേ ഫോട്ടോ എടുത്ത് എല്ലാവർക്കും അയച്ചു തരാം. ഈ 20 രൂപയുടെ അതിൽ എഴുതിയിരിക്കുകയാണ് ദശാംശം. And she gave me her tithe. എവിടെ നിന്ന് കിട്ടിയിട്ട്? ആരാണ്ട് കൊടുത്ത പൈസയാ. Somebody gave her money and out of that കൊടുക്കുന്നതിനകത്തൂടെ നന്മകൾ ഉണ്ടാകും. blessings will flow in giving. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. It is more blessed to give than to receive. What you release, God will multiply it. നിങ്ങൾ കൊടുക്കുന്നോ ദൈവം അതിന്റെ മേൽ വർധന ഉണ്ടാക്കും. And whatever you give, God is able to multiply. അങ്ങനല്ലേ ലൂക്കോസ് 6:38 എഴുതിയിരിക്കുന്നത്, കൊടുക്കുവീൻ, give. അപ്പൊ എന്തോ ചെയ്യുന്നത്? കർത്താവ് എന്തോ ചെയ്യും? നിങ്ങൾക്ക് കിട്ടുമെന്നാ പറഞ്ഞിരിക്കുക. വാക്ക് പറയുന്നത് കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ കിട്ടുന്നത്? അമർത്തി കുലുക്കി നല്ല അളവ് നിങ്ങളുടെ കവിയുന്ന നല്ലൊരു അളവ് നിങ്ങളുടെ മടിയിൽ, എഴുന്നേറ്റ് പോലും പോകണ്ട, മടി വന്ന് വീഴുന്നത്. That's why it says in Luke 6:38, give and it will be given to you, good measure, pressed down, shaken together and running over will be poured out into your laps. എല്ലാ മാസവും മുടങ്ങാതെ തയ്ത്ത് തരുന്നു. വലിയ പ്രയാസത്തിൽ കൂടി തയ്ത്ത് കൊണ്ടു തരുന്നവരെ എനിക്കറിയാം ചർച്ചിനകത്ത്. I know people with great difficulty. പക്ഷെ അവരുടെ കമ്മിറ്റ്മെന്റ് ഞാൻ പറയട്ടെ, ആ കമ്മിറ്റ്മെന്റ് ഇന്നും നീ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ദൈവം ഇത് കാണാതിരിക്കുന്നില്ല. 2 കാശിട്ട വിധവയുടെ അവൻ ഹല്ലേലൂയ മനോഭാവത്തെ കണ്ടവൻ ഇന്നും നിന്റെ ജീവിതത്തിനകത്തും നിന്റെ മനോഭാവത്തെ കണ്ട് നിനക്കൊരു വർധനവിനെ കർത്താവ് തരും. ഉറപ്പായ കാര്യമാണ്. And God sees your commitment and God will give you an increase over it. അപ്പൊ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഹാർട്ടാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ്, ദൈവത്തോടുള്ള നന്ദിയുടെ പ്രദർശനമാണ്.
ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ആക്ട് ഓഫ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവത്തോടുള്ള നന്ദിയെ പ്രകാശിപ്പിക്കാനുള്ള നിന്റെ മനോഭാവത്തെ അത് കാണിക്കുന്നു. Giving is your heart, it is your attitude of gratitude. കൊടുക്കുക എന്ന് പറയുന്നതിനകത്ത് അവരവരാ തീരുമാനിക്കണ്ടല്ലേ. അങ്ങനെ ചെയ്യുന്നവനെ അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ച പോലെ കൊടുക്കട്ടെ. അങ്ങനെ ചെയ്യുന്നവനെ ചിയർഫുൾ ഗിവർ ആകണമെന്നാണ് പറയുക. കാര്യം അങ്ങനെയുള്ളവനെ ദൈവം സ്നേഹിക്കുന്നതാണ് 2 കൊരിന്ത്യർ 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അല്ലേ. God loves a cheerful giver. അങ്ങനെയുള്ളവരെ ദൈവം എന്ത് ചെയ്യും? സകലതും എപ്പോഴും പൂർണ്ണ 2 കൊരിന്ത്യർ 9-ാം 7 ഹൃദയത്തിൽ 7-ാമത്തെ വാക്യം ചെയ്ത പോലെ കൊടുക്കട്ടെ. സന്തോഷത്തോടെ കൊടുക്കുന്നതിനെ സന്തോഷത്തോടെ കൊടുക്കുന്നതിനെ ദൈവം സ്നേഹിക്കും. ഉറപ്പായ കാര്യമാണ്. അതാ ചിയർഫുൾ ഗിവിങ്. ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കും. I will give even if I don't have. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? ഉണ്ടോന്ന് നോക്കിയിട്ടാ കൊടുക്കുന്നത്. അല്ല, നിന്റെ ഇല്ലായ്മയ്ക്കകത്തുനിന്ന് നിനക്ക് വിതയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 6-ാമത്തെ വാക്യം അതാ പറയുന്നത്. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കും ധാരാളമായി. മനസ്സിലായ? ഒരു ചിയർഫുൾ ഗിവർ ആയിട്ടിരിക്കുവാൻ ആഗ്രഹിക്കുക. God wants you to be a cheerful giver. 4-ാമത്തെ കാര്യം ദാലത്ത് എന്ന വാക്ക്. ദാലത്ത്, അലേഫ് ബേത്ത് ഗീമേൽ ദാലത്ത്. ദാലത്ത് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഡോർ, വാതിൽ, അല്ലെങ്കിൽ പ്രവേശനം, ആക്സസ് എന്നൊക്കെയാ വാക്കിന്റെ അർത്ഥം. The 4th alphabet is Dalet, which means door. ആമേൻ. ഹല്ലേലൂയ. ദൈവം, God opens the door of victory. ദൈവം വിജയത്തിന്റെ വാതിലുകളെ തുറക്കും. God opens doors of victory. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഒരു വാതിൽ തുറന്നാൽ ആർക്കെങ്കിലും അടയ്ക്കാൻ പറ്റുമോ? And if he opens, no man can shut. റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 3:8 എഴുതിയിരിക്കില്ല, ദൈവം നിന്റെ പ്രവർത്തികളെയൊക്കെ ദൈവം അറിയുന്നുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും. ദൈവം തുറന്നാൽ ഒരുത്തനും ആ വാതിൽ അടയ്ക്കാൻ ഒക്കത്തില്ല. He knows your works, and if he opens a door for you, no man can shut. And your breakthrough is not blocked. നിന്റെ വിടുതലിനെ ആർക്കും തടയാൻ ഒക്കത്തില്ല. Because God is that door. ദൈവം ആ വാതിൽ. യേശു പറഞ്ഞില്ലേ, ഞാൻ തന്നെ വാതിലാകുന്നു എന്നല്ല പറഞ്ഞു. ആ വാതിൽ അടയ്ക്കാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? എന്നെ ശ്രദ്ധിച്ചു കേട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തുറക്കുന്ന വാതിലിനെ ഒരാൾക്കും അടയ്ക്കാൻ പറ്റത്തില്ല. Nobody can shut the door God opens for you. ഹല്ലേലൂയ. 5-ാമത്തെ വാക്കാണ് ഹേ എന്നാണ് പറയുന്നത്. അലേഫ് ബേത്ത് ഗീമേൽ ദാലത്ത്. ഹേ എന്ന് പറഞ്ഞാൽ അതിന് ബ്രത്ത്, ശ്വാസം എന്നൊരർത്ഥമുണ്ട്. അതുപോലെ തന്നെ പ്രൈസ്, സ്തുതി എന്ന് ഒരർത്ഥമുണ്ട്. ഗ്രേസ് എന്ന് നിങ്ങൾക്കറിയാം, കൃപയെന്ന് പറയും. ഇതൊക്കെയാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ. The 5th alphabet is He, which means breath, praise, grace. The victory revealed by God's breath. ദൈവത്തിന്റെ ശ്വാസത്തിനകത്തൂടെ വിജയത്തെ നമുക്ക് ലഭ്യമായി തീരും. ദൈവത്തിന്റെ ശ്വാസത്തിനകത്ത് എന്തുണ്ട്? വിജയമുണ്ട്. There is victory revealed through God's breath. നിങ്ങൾ അബ്രഹാം സാറായി, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അബ്രാം സാറായി എന്ന് 2 പേര് അല്ലേ. അബ്രാം, സാറായി. അവരുടെ പേരെങ്ങനെയായിരുന്നു? അബ്രാം ആൻഡ് സാറായി. അതാ അബ്രഹാമിന് ആരെ കിട്ടി? സാറായി. പുള്ളിക്കാരത്തിയപ്പോ ആരായി? സാറായി അല്ലേ. പല വീട്ടിലും പെണ്ണുങ്ങളെങ്ങനെ സാറായി, ഇങ്ങനെ സാറായി അല്ലേ. അബ്രഹാം എന്ന് പറഞ്ഞ എക്സോൾട്ടഡ് ഫാദർ എന്ന അർത്ഥം, ഉയർത്തപ്പെട്ട പിതാവെന്ന അബ്രാം എന്നുള്ള വാക്കിന്റെ അർത്ഥം. We know in Genesis 17, initially their names were Abram and Sarai. Abram means exalted father. ഉയർത്തപ്പെട്ട പിതാവ്. സാറായി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം രാജകുമാരി എന്നാ, പ്രിൻസസ് എന്ന. Sarai means princess. ആ വാക്കുകൾ അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി നടക്കത്തില്ല. ഇവര് സാധാരണ മനുഷ്യരാണ്. ഇവര് They were ordinary people. God's purpose couldn't be fulfilled. 17-ാമത്തെ അധ്യായം നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വീട്ടിൽ പോയിരുന്നു വായിക്കണം. അതിനകത്ത് കണ്ടില്ല, വലിയൊരു മാറ്റം ഉണ്ടാകുകയാണ്. ഒരു വലിയ കവനന്റ്, ഒരു ഉഭയസമ്മതം അവിടെ ഉണ്ടായി. കവനന്റ് റിലേഷൻഷിപ്പിനകത്തേക്ക് ദൈവം കൊണ്ടുവരിക. But God brings them into a covenant relationship. അവിടെ ദൈവം അവരുടെ പേരിനകത്തോട്ട് he breathed into their names. അവരുടെ പേരിനകത്തോട്ട് ശ്വാസത്തെ ഊതി. God breathed into their names. അപ്പൊ അബ്രഹാം എന്തായി? അബ്രഹാം എന്നായി. അപ്പൊ ശ്വാസം ഊതിയപ്പം എന്നൂതിയപ്പോൾ ആ പേരിനകത്തൊരു മാറ്റം ഉണ്ടായി. അബ്രഹാം എന്തായി? അബ്രഹാമായി. And Abram became Abraham. അബ്രാം ഇബ്രഹാമായി, ഹാം എന്നായി. സാറായി എന്നുള്ള വാക്കിനകത്തേക്ക് ദൈവശ്വാസം കയറിയപ്പോൾ സാറാ എന്നായി. When God's breath entered Sarai, she became Sarah. അപ്പൊ ദൈവത്തിന്റെ ശ്വാസം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിക്കളയും. God's breath can alter our lives. അപ്പൊ ഈ ശ്വാസം അങ്ങോട്ട് ചെന്നപ്പോഴാണ് എന്തോ ചെയ്തത്? അവൻ ഇവരുടെ മേലുള്ള പേർപ്പസിനെ റിലീസ് ചെയ്യുമായിരുന്നു. ഇവരുടെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അന്നേരം തുറക്കപ്പെട്ടത്.
That's when God's purposes were released upon their lives and ഉൽപ്പത്തി opened for പുസ്തകം them. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിനകത്തും ആദമിന്റെ മൂക്കിലേക്ക് ശ്വാസം ഊതി, ബ്രീത്ത് അല്ലേ, ശ്വാസം ഊതി കയറ്റപ്പോ അവൻ ജീവനുള്ള ദേഹിയായിട്ട് മാറി. Even in Genesis we read that when God breathed into Adam, he became a living soul. അപ്പൊ അബ്രഹാം ആയപ്പോൾ മുമ്പേ എക്സോൾട്ടഡ് ഫാദർ ആണ്, ഫാദർ ഓഫ് മെനി നേഷൻസ്, ബഹുജാതികൾക്ക് പിതാവ് എന്നുള്ള പേരിന് ഉടമസ്ഥനായി തീർന്നു അബ്രഹാം ദൈവത്തിന്റെ ശ്വാസം വന്നപ്പോൾ. That's why when Abraham became Abraham, he became a father of many nations. സാറായി ആയപ്പോൾ എന്തോ എന്നറിയാമോ, പ്രിൻസസ് ഓഫ് മെനി നേഷൻസ്, എല്ലാ ബഹുജാതികൾക്ക് അതുകൊണ്ട് 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇരിക്കുക, പുതിയ നിയമസഭയുടെ അമ്മ തന്നെ ആയിട്ട് മാറുകയാണ് സാറ. When Sarai became Sarah, she became princess of many nations. That's why it's written in 1 Peter 3:7. She is the mother of the New Testament church. യോഹന്നാൻ 20-ാം അധ്യായത്തിന് 22-ാം വാക്യം വായിച്ചാട്ടെ. John 20:22. ഇന്ന് അതൊരു ആവശ്യമായിട്ട് നിങ്ങൾ ഓരോരുത്തരും എടുക്കണം. കാര്യം ഈ ശ്വാസം, ഈ ബ്രത്ത് നമ്മുടെ അകത്ത് വരണം. We need to take that breath of God into us. നമ്മൾ പലപ്പോഴും എന്താ അറിയാം, നമുക്ക് ഈ പെരിഫറലായിരിക്കുന്ന ഇങ്ങനെ ഈ ബാഹ്യമായിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമാണ്. ചർച്ചിൽ പോകുന്ന ഇഷ്ടമാണ്, ആരാധനയെ സംബന്ധിക്കുന്ന ഇഷ്ടം. നമ്മളൊന്നും കൺസ്യൂം ചെയ്യുന്നില്ല, ഇൻടേക്ക് ഒന്നുമില്ല, അകത്തോട്ടൊന്നും എടുക്കുന്നില്ല. Normally when we come to church or when we see God, we love to have external things, but we don't take or intake anything into us. ഇൻഹെയിൽ ചെയ്യുന്നില്ല, അകത്തോട്ട് വലിച്ചു കയറ്റാത്തോട്ട് പുറത്തോട്ടൊന്നും കൊടുക്കാനില്ല. Because we are not inhaling anything inside, we are not able to exhale it out. ശിഷ്യന്മാരും അതുപോലെയായിരുന്നു. യേശുവിനോടൊക്കെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാ സംഭവങ്ങളൊക്കെ കണ്ടു, ഈ പടകൊക്കെ ശാന്തമാകുന്നു, കടൽ ശാന്തമാകുന്നു കണ്ടല്ലേ. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു യേശുവിനോട് നടക്കാൻ. പക്ഷെ അവരുടെ അകത്തൊന്നും ഒന്നുമില്ല. Even the disciples who walked with Jesus, they were amazed by all the miracles that Jesus did, but inside of them they didn't have anything. സമയമായപ്പോൾ യേശുവിന് മനസ്സിലായി ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. യോഹന്നാൻ 20-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. John 20:22. Jesus ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി, അവരോട് കണ്ടു പറഞ്ഞില്ല, അവരുടെ മേൽ ഊതി. He breathed into them. അവരുടെ മേൽ ഊതിയിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ. And when he had said this, he had breathed on them and said to them, receive the Holy Spirit. ഇന്ന് പകലാണെങ്കിലും നമ്മൾ സ്വീകരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ വചനം കേൾപ്പിക്കുന്നുണ്ട്, വചനത്തിന്റെ ശക്തി വരുന്നുണ്ട്, തിരിച്ചറിവുകൾ വരുന്നുണ്ട്, ബോധങ്ങൾ വരുന്നുണ്ട്. ആ ബോധത്തെ സ്വീകരിച്ചെടുക്കണം. Even today the Holy Spirit is speaking to us, the message is coming to us, we need to take him inside and receive him inside. സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് തീരുമാനമെടുക്കിയാല് അവൻ പറയും I am committed എന്ന് പറയും, എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ ഒക്കത്തുള്ളെന്ന് അവൻ പറയും. A person who receives is not going to take a decision, he is going to be staying committed. നിങ്ങൾ ഈ തീരുമാനമെടുക്കുന്നവരല്ലേ ശ്രദ്ധിച്ചു, തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വരത്തില്ല. You take a decision, you will not come next week. കാര്യം കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കത്തില്ല. കാര്യം എനിക്ക് ആ ബോധ്യത്തിലല്ല ഇരിക്കുന്നത്, കൺവിക്ഷൻ അല്ല വരുന്നത്. ചില കാര്യങ്ങൾ മനസ്സിലാക്കി തലകുലുക്കി, ചില കാര്യങ്ങൾ എനിക്ക് പിടികിട്ടി, പിടികിട്ടിയിട്ട് പിടിവിട്ടു നടക്കുക, പിടിവിട്ടു പോകും. Some things you understood, but you are not walking. സത്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. Without receiving the Holy മറ്റെല്ലാം കഥകളാ. Spirit, it is കണ്ടില്ലേ ഇപ്പൊ difficult പറഞ്ഞില്ലേ, to hold നമ്മുടെ on. അപ്പുറത്തിരിക്കുന്നവൻ സൗഖ്യമായി, നമുക്ക് സൗഖ്യമില്ല. The person next to us got healed, we are not ഈ healed. സംസാരിക്കുന്ന പാസ്റ്റർ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇവിടെ അവരുടെയൊക്കെ ജീവിതം എനിക്ക് എന്നെ സംഭവിക്കാം, നീ സ്വീകരിക്കുന്നില്ല. The pastor who is speaking is receiving, nothing is happening to me. മനസ്സിലായോ? Why? Because you are not ഇപ്പൊ receiving it. അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്നൊരു പറയാൻ തുടങ്ങുക, അവർക്കൊക്കെ അവര് മാനിപ്പുലേറ്റേഴ്സ് ആന്ന് പറയും. അവരിതെല്ലാം അങ്ങനെ ഇങ്ങനെ ചാടി കളിച്ച് ഒന്ന് വെച്ചാ പത്തൊന്നൊക്കെ പറഞ്ഞ് കളിച്ചിട്ട് അവരുണ്ടാക്കുന്നതാണ് നിങ്ങൾ പറയാൻ തുടങ്ങും. And then you say that you all are manipulators. അവര് പറയില്ലേ, ഇത് സംഗതികളെ അവർ ഉണ്ടാക്കിയെടുക്കുന്ന പുകമറ, ബോഗസ് ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു കളയും. And then you say that these are all bogus or false. അതുകൊണ്ടല്ല, ഞങ്ങളിത് സ്വീകരിക്കുന്നു, ഞങ്ങളിത് കൊടുക്കുന്നു. It's not that we receive it and we give it back. നമ്മളിത് സ്വീകരിക്കുന്നുമില്ല, ആർക്കും കൊടുക്കുന്നുമില്ല. നമ്മളിങ്ങനെ ഏകദൈവ വിശ്വാസത്തിലിരിക്കുക, ഏകദൈവം പോലെ തന്നെ നമ്മളും ഇരിക്കുക, ഒറ്റപ്പെട്ടിങ്ങനെ തന്നെ ഇരിക്കുക, ആരോടും ഒരു കൂട്ടായ്മയും ഇല്ല. The problem is we are not receiving, we are so self-sufficient, no connection with anybody. എനിക്കുണ്ടല്ലോ ഉള്ളത് വെച്ച് ഞാൻ ജീവിച്ചോളാം. ഉള്ളത് കൊണ്ട് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇവര് മീൻ പിടിച്ചോണ്ടിരുന്നവരാ, ഇവര് നന്നായിട്ട് ജീവിച്ചോണ്ടിരുന്നവരാ. അവരൊന്നും ഇല്ലാത്തവരാ. യേശു പറയാണ് അതിനേക്കാൾ ബെസ്റ്റ് ഞാൻ തരാം, ഇപ്പൊ സ്വീകരിച്ചോ. എന്നിട്ട് അവന്റെ മേൽ ഊതി.
That's why we say that I will live with what I have. But Jesus tells these disciples who are minding their own business of fishing, and they say, no, you can't live alone like that. And he called them and breathed into them the Holy ഈ Spirit. നിഴല് തട്ടി സൗഖ്യമാകിയെന്ന് പറഞ്ഞില്ലേ, നിഴല് ഇപ്പം സത്യം പറഞ്ഞു ഞാൻ ഇവിടെ നടന്ന ഒരു നിഴലും വരത്തില്ല. ഇത്ര ലൈറ്റ് ഇരിക്കുന്നതുകൊണ്ട് നിഴലൊന്നും വരത്തില്ല. നിഴല് അപ്പൊ കാര്യം നമ്മള് നിഴലെന്ന് പറയുന്ന സംഭവം ഇല്ല ഇപ്പൊ ആക്ച്വലി. There were people who got healed with a shadow, but these days we don't see shadow ശരിക്കും because പറഞ്ഞാൽ there's so much of light. നിഴലെന്നല്ല അത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പോകുന്നതിന് ചുറ്റുവട്ടത്തും വ്യാപരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. കാര്യം നിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇരിപ്പുണ്ട്. നീ പോകുന്നിടത്ത് ചില സൗഖ്യങ്ങൾ വ്യാപരിക്കും. Shadow means it's not literally the shadow. There is a presence of God that is surrounding you, and wherever you go, healings will happen. അത് പറഞ്ഞു പത്രോസ് ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ ആ പരിസരത്ത് ആ റേഞ്ചിനകത്തെങ്ങാണ് നീ വന്ന സൗഖ്യം അവർക്കറിയാം. അത് അവര് പറഞ്ഞ ആ റേഞ്ചിനകത്തെങ്ങാണ് ഞാൻ പോയത്, ഞാൻ സൗഖ്യമാകും. That is why when Apostle Peter went, anybody comes into that range got healed. അതുകൊണ്ടല്ലേ ഈ അനന്യാസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ റേഞ്ചിനകത്ത് പൗലോസ് വരാതെ ഈ സ്നാനോ ഈ അവന്റെ സൗഖ്യവും നടക്കത്തില്ല. That is why Paul had to come into the range of Ananias for his baptism and for all the things that had to happen അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായത്തിനകത്ത് ദമസ്കോസിലേക്ക് പട്ടിവാദി അവിടെ എത്തിയപ്പോൾ റേഞ്ചിനകത്ത് വന്നു. That is why as we read in Acts chapter 9, when Paul was going on the road of Damascus, he came into the range of Ananias, and that's when the miracle happened. ഇതുവരെ മെസ്സേജ് എന്തായിരുന്നു? പരിധിക്ക് പുറത്താണെന്ന്. പരിധിക്ക് പുറത്താണ്, പരിധിക്ക് പുറത്താണ്. നിങ്ങൾ തന്നെ കേട്ടു നോക്കുക, പരിധിക്ക് പുറത്ത് നിന്നാൽ ഒന്നും കിട്ടത്തില്ല. Until now he was out of range. Get connected. കയ്യിൽ മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്, മൊബൈൽ ഫോണിനകത്ത് സിം ഇട്ടിട്ടുണ്ട്, ഇത് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ റേഞ്ച് ഉള്ളിടത്ത് അല്ലെങ്കിൽ ഇത് വിളിക്കാൻ പറ്റുമോ? If your mobile phone is out of range, there is no use. അല്ലേ? അത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആരാധനയിലെല്ലാം സംബന്ധിക്കൊണ്ട് രാവിലെ വേദോസം വായിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഹലോ സിസ്റ്ററെ പ്രൈസ് ദി ലോർഡ് എന്ന് നമ്മളും പറഞ്ഞതാ അല്ലേ? ഇപ്പൊ നമുക്കൊരു പ്രത്യേക സ്റ്റൈലിൽ പറഞ്ഞില്ലേ പ്രൈസ് ദി ലോർഡ്, അങ്ങനെ പറഞ്ഞാലേ അത് വരത്തുള്ളൂ. We say that we are praying, we are going for worship, and you say praise the Lord, all of that, nothing is happening. അപ്പൊ ഞാൻ ഈ ക്വാളിറ്റി നിൽക്കുന്ന അവിടെ മിക്കവാറും ക്യാഷിലൊക്കെ എനിക്കല്ല പെന്തക്കോസ്തരെ പിള്ളേരാണല്ലോ. എന്റെ സ്ഥിരം ജോലിയാണ്. ഞാൻ ചിലപ്പോൾ ഒരു പുതിയ വണ്ണമുള്ളൊരു കൊച്ചു വന്നിട്ടുണ്ട്. ഞാൻ അതിനോട് ചോദിച്ചു, ഞായറാഴ്ച ചർച്ചിൽ പോയായിരുന്നു ചോദിച്ചു. So in Quality Supermarket, I asked one of the counter girls, did you go to church on Sunday? ആള് പറഞ്ഞു പോയാന്ന് പറഞ്ഞു. She said yes. അപ്പൊ ഞാൻ ചോദിച്ചു പാസ്റ്റർ എന്താ മെസ്സേജ് പറഞ്ഞു ചോദിച്ചു. What was the message of the pastor? ആള് പറഞ്ഞു ഞാനതൊന്നും കേട്ടില്ല, ഞാൻ ചുമ്മാ പോകുന്നേ ഉള്ളത്. I didn't hear anything, I just went. ഞാൻ എന്റെ അപ്പുറത്ത് നിൽക്കുന്ന കൊച്ചിന്റെ അടുക്കൽ ഇവള് കേട്ടില്ല. ഞാൻ ചോദിച്ചു അപ്പുറത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞ ആഴ്ച മോളെ ചർച്ചിൽ പോയായിരുന്നു ചോദിച്ചു. And the other girl I asked, did you go to church last അവൾക്ക് Sunday? ഭയങ്കര സന്തോഷം. പോയായിരുന്നു എന്ന് പറഞ്ഞു. പോയായിരുന്നു. I went. പാസ്റ്റർ എന്താ മെസ്സേജ് What പറഞ്ഞു? was pastor's message? ആള് പറഞ്ഞു എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. I don't know. ഞാൻ എത്രയോ പേരോട് ചോദിച്ചോണ്ട് എന്തോ മെസ്സേജ് പറഞ്ഞു. അവര് എനിക്കറിയത്തില്ല. കേട്ട് കണ്ടില്ല, നമ്മൾ കേട്ടു പോയി, ആവിയായിട്ട് പോയി. Many people answer that they don't know what was നിങ്ങൾ Sunday's എന്നാ message. ശ്രദ്ധിച്ച്, അകത്ത് പരിശുദ്ധാത്മാവ് അകത്ത് കയറിയ ഒരുത്തന് നല്ല ബോധ്യം ഉണ്ടാകും. But those who have inhaled the Holy Spirit will have the right അവൻ understanding. അതിന്റെ അതുമായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കും. And that person will be in the range surrounded, connected. ഇത് എന്താ പറയുന്നത്, ഓക്സിജൻ പോലെ ഐസിയുവിനകത്ത് മാസ്ക് വെച്ച് ഇങ്ങനെ ഓക്സിജൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മാസ്ക് മാറ്റി അവൻ ചത്തുപോകത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ അവൻ ഈ ദൈവവചനവും ഈ പഠനവും ഇതെല്ലാം അവന്റെ ലൈഫാണ്. For him it's like oxygen, it's like the mask. If he removes it, he will die. So Bible study and the word and the message are also vital for his existence. 3.5 കൊല്ലത്തെ എഡ്യൂക്കേഷൻ ശിഷ്യന്മാർക്ക് കിട്ടി യേശുവിനോട് നടന്ന്. The disciples got 3.5 years of training walking with Jesus. ഒന്നിനും കൊള്ളത്തില്ല. None of them for good for anything. യേശുവിന് അറിയാന്നോടാ പറഞ്ഞത്. ഇപ്പം പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഇതാ ഊതുന്നു, നീ പ്രാപിച്ചോ. That's why Jesus said, now I'm breathing into you. നീ ഈ 2026 രണ്ടാമത്തെ ആഴ്ചയിൽ നിൽക്കുമ്പോൾ നീ ഒന്നിനും കൊള്ളാത്തവനായി, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനായി ഇരിക്കാതെ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. The beginning of 2026. Receive it now. Receive. നീ സ്വീകരിക്കുക. ദൈവത്തിന്റെ ശ്വാസം ഇതിനകത്ത് ഊതപ്പെട്ട് കിടക്കുമ്പോൾ നീ പറയാ, കർത്താവേ എന്റെ മേൽ അത് ഭവിക്കട്ടെ. God's breath is in this place, and now you Let must it say, let it come upon me. എന്റെ മേൽ അത് വരട്ടെ, എന്റെ അകത്തത് വരട്ടെ. Let it come upon me, let it come into me. ഇനി പ്രത്യേകിച്ച് ഊതാനൊന്നും ആരുമില്ല, യേശു അന്ന് ഊതിയിട്ടേക്കുന്നതാ.
Jesus has already breathed His breath into us. യേശു ഊതിയ ഊതിന് ഒരു വ്യത്യാസമുണ്ട്. പണ്ട് ആമേൻ ഹല്ലേലൂയ ഏദൻ തോട്ടത്തിൽ ആദാമിന്റെ മേൽ ഊതിയത് പോലല്ല. ആദാമിന്റെ മേൽ ഊതിയത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ളതാണെങ്കിൽ ഇന്ന് യേശു ഊതിയത് നിന്നെ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകത്താത്തതാണ്. It is not like the breath that was breathed on the Garden of Eden that made man go away from God, but now through Christ what is breathed is to keep you with Him. അതിന്റെ പേരാ നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ് ആണ് നിന്റെ മേൽ ഊതിയേക്കുന്നത്. And that is called eternal life. അപ്പൊ നീ പറയും എനിക്ക് ലോകത്തിലുള്ള ഈ കണ്ണാങ്കട്ടിയൊന്നുമല്ല, എന്റെ കർത്താവ് എനിക്ക് തരുന്നത് നിത്യജീവനാകിയാൽ നിത്യമായത് മുഴുവൻ എനിക്കുള്ളതാ, എന്റെ അവകാശമാണ്. So everything eternal is my inheritance. And Revelation turns battle into testimonies. എല്ലാ യുദ്ധങ്ങളെയും സാക്ഷ്യങ്ങളാക്കി മാറ്റുന്നതാണ് ഈ വെളിപ്പെടുത്തലുകൾ, വെളിപ്പാടുകൾ. ദൈവവിശ്വാസം നീ സ്വീകരിച്ചോ, നിന്റെ സകല യുദ്ധങ്ങളും അവസാനിച്ച് അതെല്ലാം സാക്ഷ്യമായിട്ട് മാറും. When you receive this Holy Spirit, all your battles will end and all your battles will turn into testimonies. ആറാമത്തെ വാക്കാണ് വ എന്നാണ്. വ അലെഫ് ബേത്ത് ഗിമൽ ദാലത്ത് ഹേ വ വ VAV എന്ന് വേണം എഴുതുന്നവർക്ക്. VAV വ. The sixth alphabet is Va, VAV. വ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹുക്ക് അല്ലെങ്കിൽ ആണി, കൊളുത്ത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ വാക്കുകൾ എഴുതാം. അല്ലെങ്കിൽ ആഡ്, ടു ആഡ്, കൂട്ടുക എന്നൊക്കെ പറയുന്ന വാക്കുകൾ അതിനകത്ത് അർത്ഥമായിട്ട് വരും. The meanings could be hook, nail or to add. Victory is secured by connection. ബന്ധങ്ങളിൽ കൂടിയാണ് വിജയം നിലനിൽക്കുന്നത്, സുരക്ഷിതമായിരിക്കുന്നത്. വിജയം സുരക്ഷിതമായി നിൽക്കുന്നത് ബന്ധങ്ങളിൽ കൂടിയാണ്. Victory is secured through connections. അപ്പൊ ദൈവത്തോടുള്ള ബന്ധം വിജയം ഉറപ്പാക്കും. നിന്റെ വിജയം ഉറപ്പാക്കും ദൈവത്തോടുള്ള ബന്ധത്തിൽ കൂടിയാ. Your victory is secured through your relationship with God. ഞാനിത് കൂടെ പറയുന്ന കാര്യം, ദൈവമെന്ന് പറയുന്നത് വിട്ടുമാറാത്ത ഒരാളാണ്. ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കാൻ ആ കൂട്ടായ്മകൾ തന്നേക്കുന്നത്. God has given us fellowship. നമ്മൾ തന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്ത മാറിപ്പോകും. അതങ്ങനെയാ, മനുഷ്യ സഹജമാണ്. തന്നെ ഇരിക്കുമ്പോൾ വേറെ ചിന്ത വരും. If we are alone, we can have different kind of thoughts. അതുകൊണ്ടാണ് ഫെലോഷിപ്പ് ഉണ്ടാക്കി വെച്ച കൊയിനോനിയ അല്ലേ. ഈ വാക്ക് കൂട്ടായ്മയ്ക്കകത്ത് ഇരിക്കുമ്പോൾ അതിനകത്ത് ഓർഡൈൻഡ് ആയിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്ന വ്യക്തികൾ ആ കൂട്ടായ്മയ്ക്ക് ആവശ്യമായിരിക്കുന്ന ദിവസം. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചില്ലേ, ഓടിയെത്താൻ കഴിയാത്തവനാണ് പുറകിൽ നിന്നുകൊണ്ട് കുറ്റം പറയുന്നത്. ഓടിയെത്തത്തില്ല. Those who cannot run and catch up are the ones who will stand back and criticize. മറ്റേ അവൻ ഓടുന്നവനാ. ഓടുമ്പോ ഓടാൻ കഴിയാത്തവൻ പറയുന്നത് ഇവന്റെ ഓട്ടം കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറ്റം പറയും. അത് ഓടിയെത്താൻ കഴിയാത്തവൻ എപ്പോഴും കുറ്റം പറയും. He has no time to criticize. നീ ഓടിക്കോണം. You keep running. എപ്പോഴും നോക്കിയാ വിജയിക്കുന്നവന്റെ പുറകിൽ ഒരുപാട് അബദ്ധ വാക്കുകൾ വന്നുകൊണ്ടേയിരിക്കും. Always those who are running towards victory will have many people speaking behind them. അത് കേൾക്കുകയോ അതിന് ഉത്തരം പറയുകയോ ചെയ്യല്ല. നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നീ ഓടിക്കണം. Don't bother hearing, don't bother answering back to them. You keep running your race. ബന്ധം എന്ന് പറയാം, കണക്ഷൻ എന്ന്, കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ഞാൻ ചിലരും നോക്കി ഇങ്ങനെ പറയട്ടെ, ഈ വർഷം 2026 നിന്റെ വിജയത്തെ ഉറപ്പാക്കുന്ന ചില ഗോൾഡൻ കണക്ഷൻസ് ദൈവം നിന്റെ ജീവിതത്തിന് ഇന്നുവരെ നീ കാണാത്ത ചില ആമേൻ ഹല്ലേലൂയ അർത്ഥപൂർണമായിരിക്കുന്ന സുവർണ ബന്ധങ്ങളെ ദൈവം നിന്റെ വിജയത്തിനായിട്ട് നിശ്ചയമായിട്ട് ഉറപ്പാക്കും. God is going to give you some golden connections that will give victory in your life. അത് യോഹന്നാൻ 15:4 പറയുന്നത്, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ, കേട്ടോ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ. ഇത് വാസ്തവമായ കാര്യം. കർത്താവില്ലാതെ ഒന്നും നടക്കത്തില്ല. Without the Lord nothing is possible. നമ്മൾ വിചാരിക്കും നമ്മുടെ സെൽഫിനകത്ത്, നമ്മുടെ സ്വയത്തിനകത്ത് വിചാരിക്കും എനിക്കിതിപ്പോ നേടിയെടുക്കാവുന്നു. You think that you can do everything by your own self. മുമ്പേ പ്രാർത്ഥിച്ചു വിട്ട IPC-കാരി മോള് അവള് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷ് വേർഷിപ്പിനൊക്കെ വരത്തില്ല. അപ്പൊ കുറെ ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ട്, എന്റെ ഈ എക്സാം ഞാനിപ്പം പല പ്രാവശ്യം എഴുതി, എത്ര രൂപ പോകുന്നത്. അവള് എന്നോട് സങ്കടം പറയാ. ഞാൻ പറഞ്ഞു അവിടെ പോയി എന്താ പറയുന്നത്, ഞാൻ ആ ചർച്ചിലൊന്നും പോകത്തില്ലെന്ന്. ഞാൻ ചോദിച്ചാൽ എന്നാ പോകാത്ത, അവിടെ പോയാൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ല, അതാണ്ടൊക്കെ പറയുന്നത്. മനസ്സിലാവുന്ന ഒരിടത്ത് വന്നപ്പോൾ മനസ്സിലാവുന്ന പക്ഷേ ഞാൻ പറഞ്ഞു. The girl whom we prayed for actually belongs to IPC church, and she says I don't go there because I don't understand anything there. ഈ ചർച്ചകൾ പലതും മനുഷ്യർക്ക് മനസ്സിലാകാത്ത കാര്യം പറഞ്ഞാൽ അങ്ങനെ ഒക്കുന്നത്. What if people speak things that man don't understand in the church? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് പിടികിട്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവന് മനസ്സിലാകുന്ന കാര്യങ്ങൾ പറ. Talk
things that people can relate to. അപ്പൊ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അവള് പാസ്സാകുന്നു? How many of you believe that she will pass? ഇതാ ജീവന്റെ തുടിപ്പെന്ന് പറയുന്നത്. കാര്യം ഇപ്പം കൈ പൊക്കിയവരെല്ലാം ജീവിതത്തിൽ വിജയിക്കുന്നവരാ. Those who lifted their hands will win in എനിക്ക് life. പറയാതിരിക്കാൻ കാര്യം അത് കേൾക്കാനിരിക്കുന്നത് കൈ പൊക്കാൻ. We were waiting to lift our hands. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഓൾവേസ് സീ ഇറ്റ്, you see it that you are a victor. നിന്റെ ജീവിതത്തിലോട്ട് നോക്കിയിട്ട് നീ പറ ഞാനൊരു ജയാളിയാണെന്ന് പറ. Look at your life and see your life as a victor. നിന്നെ തന്നെ നീ കുറച്ച് കാണാതെ നീ യേശു കർത്താവിലെ വ്യക്തിയാണ്, നീ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നടക്കാൻ ഒക്കത്തില്ലെന്ന്. Don't belittle yourself. If you are in Christ, you cannot look down on ഒരു yourself. സമയത്ത് നീ എന്തോ ഒരു ഭയങ്കര ആക്റ്റീവ്. ഇത് കണ്ടില്ലേ, ഈ സീസണിലായി പോവുക, നിന്റെ ഫെയ്ത്ത് സീസണായി പോവുക. മഴക്കാലം വരുന്ന ചൂടുകാലം വരുന്നത് പോലെ കുറച്ചു നാൾ ഭയങ്കര എരിവാ, കുറച്ചു നാൾ ഒന്നുമില്ല, വിട്ടുപോവുക. ദൈവ ജീവിതത്തിൽ നന്മ ചെയ്തോടെ മാറിയിട്ട് അങ്ങ് പോവുക. Your faith is becoming seasonal. At one point you are fruitful, one point you are moving away. ആർക്കാ നഷ്ടം? അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നതിന്റെ കുഴപ്പം ഇതാണ്. നീ സീസണിലായപ്പോൾ സകലതും സീസണിലാകും. ഇപ്പം നിനക്ക് ചിരിയാതെ നാളെ നീ കരയും ഇരുന്നു. Today you're smiling, tomorrow you will why it is happening? Because നീ തന്നെ കാലഘട്ടത്തെ നിന്റെ ജീവിതത്തിൽ കൂട്ടിവെക്കാതെ കർത്താവിന്റെ കാലഘട്ടം നിന്റെ ജീവിതത്തിലിരിക്കാൻ നിനക്ക് നിന്റെ വിലാപങ്ങളെ നൃത്തമാക്കുന്നവനല്ലേ ഇവൻ? നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്നവനല്ലേ? നീ ചിരിച്ചോണ്ടിരുന്ന നീ എങ്ങനെയാ ഇപ്പൊ കരയുന്നത്? He is a God who turns your mourning into dancing, tears into joy. നിന്റെ വീട്ടിനകത്ത് ആരാധന നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ? അതിനകത്ത് എങ്ങനെയാണ് വേറൊരു സങ്കടം കയറി വരുന്നത്? എങ്ങനെയാണ് അത് നിർത്തലാക്കപ്പെടുന്നത്? അതിന്റെ മേൽ അതിനെയാണ് തീരുമാനത്തെ പുതുക്കാൻ പറയുന്നത്. Earlier there were worship in our house, but now something else has crept in. That is why we need to change and renew our ഓടിക്കേറാൻ decisions. പറ്റത്തില്ലെങ്കിൽ പുറകെ നിന്നോണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഓടിക്കേറ് എല്ലാവരുടെ മുമ്പിൽ ഓട്ടം വെച്ചിരിക്കുക, സ്ഥിരതയോടെ ഓടിക്കേറ്. We all have a race kept ahead of us. Keep running. Don't stand and criticize. Connection sustains your victory. ഈ ബന്ധങ്ങളാണ് നമ്മുടെ വിജയത്തെ ഉറപ്പാക്കി നിർത്തുന്നത്. And it is these connections that sustain our നിങ്ങൾക്ക് victory. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ആ ബന്ധം, ഈ ദൈവിക ബന്ധം, കൂട്ടായ്മയ്ക്കകത്തെ ബന്ധം, ദിവസവുമുള്ള ഈ കേൾവികൾ. ഞാൻ ഇച്ചിരി കൂടുതൽ സംസാരിക്കുന്ന വ്യക്തി. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് ഒരാൾ പോലും ഈ ചർച്ചിനകത്ത് വരുന്ന ഒരാൾ പോലും നരകിക്കുന്ന കാണാൻ എനിക്കിഷ്ടമില്ല. I speak so that I don't want to see anyone in the church destroyed. പിന്നെ വല്ല നന്മയും നിനക്ക് ലഭിക്കണമെങ്കിൽ കർത്താവിൽ കൂടെ അല്ലാതെ കിട്ടത്തുമില്ല. And any good thing, it only comes from ഒരു God. ഏജൻസിയും എന്നെ സഹായിച്ചിട്ടില്ല. No ഒരു agency has helped me. ഒരു ഏജൻസി എന്നെ സഹായിച്ചില്ല. ചരൽ കുന്നേൽ 3 ലക്ഷം രൂപ ക്യാമ്പിന് കൊടുക്കാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നോട് ചോദിക്കുക, ഏജൻസി ചരൽക്കുന്ന ഇരിക്കുന്ന ആ പുള്ളി എന്നോട് ചോദിക്കുക, ബിജു ചോദിക്കുക, ഏത് ഏജൻസിയുമായിട്ട്, അമേരിക്കയിലെ ഏത് ഏജൻസിയുമായിട്ടാ കണക്ഷൻ എന്ന്. We used to have a regular youth camp in Charalkund, and I was there to pay 3 lakhs rupees, and the person at the counter is asking me which American agency is helping ഇത് you. വർഷങ്ങൾക്ക് മുമ്പേ നടന്ന അതിന് ചലക്കുന്ന ക്യാമ്പ് നടക്കുന്നതിന് റെസിപ്റ്റ് കുറ്റി അടിച്ച ആളാ ഞാൻ. Years ago, I had printed a receipt for the camp in എന്റെ Charalkund. അറിവിലേക്ക് അത് ഞാൻ റെസിപ്റ്റ് ഒക്കെ അടിച്ചു. അപ്പൊ എന്നോടൊരു മോമൻ ചോദിച്ചു, അച്ഛാ പൈസ വല്ലതും കിട്ടുമെന്നാ? ഞാൻ ഒന്നും കിട്ടത്തില്ല, ദൈവ വഴിയിലേ അത് വരത്തുള്ളൂ. Someone told me, Acha, money is not going to come this way. God is only going to send money. കൗണ്ടറിൽ ഇരുന്ന മോനോട് ഞാൻ വെറുതെ പറഞ്ഞു, ഈ കൗണ്ടറിൽ പൈസ വരുന്നുണ്ടെങ്കിൽ നീ എഴുതി റെസിപ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. So I told the person sitting at the counter, when money comes, write it, receive it, and give the receipt. അവൻ ഈ റെസിപ്റ്റ് കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് 50 രൂപ കൊടുത്തു. അത് എഴുതിയല്ലോ, ഒറ്റ ഒരെണ്ണം എഴുതിയിട്ടുള്ളൂ 50 രൂപ. He was sitting with the receipt book. One person came and gave 50 rupees. That is all he received. അത്ഭുതകരമായിട്ട് ദൈവം നടത്തി. But God deserved. ഇതെങ്ങനെ സംഭവിച്ചു? ദൈവത്തെ How did it സംഭവിച്ചു. happen? നിങ്ങൾ ഒരു കാര്യം, ഞാനിതിന് ഇത് പറഞ്ഞു ചോദിച്ചാൽ, നീ നേരായ വഴിയിൽ നടന്നാൽ ദൈവം നിന്റെ വഴികളിൽ പ്രവർത്തിക്കും. If you walk in the right way, God will work in your way. അവരെന്നോടൊരു ആവശ്യം പറഞ്ഞില്ല, പക്ഷെ അവരുടെ ആവശ്യത്തെ മനസ്സിലാക്കാനുള്ള ബോധവും പ്രായവും എനിക്കുണ്ടായിരുന്നുകൊണ്ട് ആവശ്യം ഞാൻ മനസ്സിലാക്കി. They did not request anything to me, but I understood their need, and എന്റെ ആവശ്യം ഞാൻ ആരോടും പറഞ്ഞില്ല. എന്റെ ആവശ്യം അറിയാവുന്ന ഒറ്റ ഒരാളെ അയാള് ആ ദൈവം പ്രവർത്തിച്ചു. I did not tell my need to anybody. God knew it and God worked. Victory is connected through, is secure through connections. നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ നശിപ്പിക്കേണ്ടത്, ബന്ധങ്ങളെ ശക്തമായി കൊണ്ട് ദൈവം പ്രവർത്തിക്കും അതിനകത്തൂടെ. Keep your relationship connection strong. God will work. ആരെ എപ്പോഴും എങ്ങനെ പ്രവർത്തിക്കും നമുക്കറിയത്തില്ല. നമ്മുടെ ബന്ധങ്ങളെ വിളിച്ചു കളയാൻ നമുക്ക് ഭയങ്കര ചുമ്മാ വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊന്നും പറയാൻ പോലും ദൈവിക ബന്ധമാണെന്ന് അമേൻ ഉറപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് യാത്ര ചെയ്യുക. Don't speak against anyone. Keep your connections. ഏഴാമത്തെ കാര്യം സൈൻ. അലേഫ് ബേത് ഗീമേൽ ദാലത്ത് ഹേ വവ് സൈൻ.
ഏഴാമത്തെ വാക്കിലെത്തി. Seventh alphabet is Zain. ഏഴെന്നുള്ള വാക്കിന് നിങ്ങൾക്ക് മറ്റൊരു അർത്ഥം ഷേവ എന്ന് പറയും. ഷേവ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പരിപൂർണത വരുന്ന വാക്കുകൂടിയാണ് ഷേവ എന്നൂടെ ആ വാക്കിന് പറയും. Also means Sheva, which is perfect will of God. വിക്ടറി റിക്വയർസ് സ്പിരിച്വൽ വാർഫെയർ. ആത്മീയ യുദ്ധങ്ങൾ ഈ വിജയത്തെ സാധൂകരിക്കും. എന്ന് വെച്ചാൽ വിജയിക്കണമെങ്കിൽ ചില യുദ്ധങ്ങൾ അതിനകത്ത് ഉള്ളതായിട്ട് മനസ്സിലാക്കണം. We need to understand there is a level of spiritual warfare. ഈ സൈൻ എന്നുള്ള വാക്കിന് സ്വാഡ്, വാളെന്ന അർത്ഥമുണ്ട്, പ്രൊട്ടക്ഷൻ, പ്രൊവിഷൻ എന്ന അർത്ഥമുണ്ട്, സംഭരണം, പ്രൊവിഷൻ എന്നുള്ള അർത്ഥമുണ്ട്. സ്വാഡ് ആൻഡ് പ്രൊവിഷൻ. It also means sword or provision. അപ്പൊ ആത്മീയ സംഘട്ടനങ്ങൾ വരുമ്പോൾ വിജയം ഉറപ്പാണെന്ന് നിങ്ങൾ അവൻ ഉറപ്പിച്ചോണം. So if there are battles spiritually, remember there is victory. I met with so many, ഒത്തിരി എന്റെ ജീവിതത്തിനകത്ത് പലതരത്തിലുള്ള ആത്മീയ സംഘർഷങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. I've had many spiritual battles. ഞാൻ രാത്രിയിലൊക്കെ ഇരുന്ന് കരഞ്ഞു പോയിട്ടുണ്ട്. എന്ത് കാര്യത്തിന് ഇറങ്ങിയെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്തോ കാര്യത്തിന്. And many times I've cried. ഒരു ദേശം മുഴുവൻ, ഒരു കുടുംബം മുഴുവൻ എന്നെ എതിർക്കുന്നു. ഒരു ദേശത്ത് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വണ്ണം അപമാനം ഏൽക്കുന്ന തരത്തിൽ എന്റെ സ്വന്തക്കാരല്ലേ എന്നെ അപമാനിക്കുന്നത്. എന്തിനാ ഇതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. Many times I woke up in the nights and I cried, why did I do it? കൈ പിടിച്ച് നിന്നവൻ എന്നെ ചീത്ത വിളിക്കുക. People who were with me are now against me. ഞാൻ സഹായിച്ചവർ എന്നെ നോക്കി ചീത്ത വിളിക്കുക. People who helped me are against me. ഞാൻ രക്ഷ പറഞ്ഞു കൊടുത്തവൻ എന്റെ നേരെ എന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് വരുവാ. Those to whom I shared salvation. ഞാൻ രാത്രികളിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ദൈവം എന്തിനാണ് എന്നെ ഇതിനകത്തൊക്കെ വിളിച്ചിറക്കിയത് നീ? Why did you call me into all this? കർത്താവ് പറഞ്ഞു, എടാ ഇത് സംഘർഷമാണ്. ഇത് നിന്റെ സംഘട്ടനങ്ങളെ നീ ജയിക്കുമ്പോഴേ നിന്റെ അകത്ത് ശക്തി ഉണ്ടാകുന്നത്. And the Lord told me these are your battles. When you win over these battles, എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലത്തെ സംഘർഷങ്ങൾ ഉണ്ടാകും. നിങ്ങൾ തോറ്റുപോകാനല്ല, നിങ്ങൾ ജയാളിയായി നിൽക്കുന്നത് കാണാൻ ദൈവത്തിന്റെ ആഗ്രഹം. Each of your life you will face these battles. God doesn't want you to fail. God wants you to be victorious. അറിയാതെ നമ്മൾ ആൾക്കാർ, ഞാൻ അങ്ങനെ അതൊക്കെ എനിക്ക് കുറച്ച് മെച്യൂരിറ്റി വന്നപ്പോൾ ആൾക്കാരിൽ പ്രതീക്ഷകൾ വെക്കും. അറിയാതെ ആൾക്കാരിൽ പ്രതീക്ഷകൾ വെക്കും. Unknowingly you keep expectations on people. ആ പ്രതീക്ഷ വെക്കുന്ന ആൾക്കാർ നമ്മളെ നിരാകരിക്കും. And they will reject you. അവർ നിങ്ങളെ കണ്ടതുമായിട്ട് പോലും ഭാവിക്കത്തില്ല. നിങ്ങളെ ഇഗ്നോർ ചെയ്ത് കളയും. They will neglect and ignore you. അങ്ങനെ ഉണ്ടാകുന്ന മാനസികമായ പിരിമുറുക്കങ്ങളും വേദനകളും ആരോട് പോയി പറയാനാ? With whom can you share all the stresses? നിങ്ങൾ മുമ്പിലോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഈ ആത്മീയമായിരിക്കുന്ന സംഘടനകളെ കുറിച്ച് നിങ്ങൾക്ക് ബോധം വരുന്നത്. When you come out is when you realize. ഒരു ചർച്ചിന്റെ അകത്ത് വന്നേച്ച് പുറയിൽ ഇങ്ങനെ ഇരുന്ന് സ്തോത്രം പറഞ്ഞേച്ച് സൂത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഈ സംഘർഷമൊന്നുമില്ല. സംഘർഷമില്ലാത്തോണ്ടാ വിജയങ്ങൾ വരാത്തത്. Because you don't have spiritual battles, you don't have victory. നീ ഒരു സ്ഥലത്ത് കർത്താവിന്റെ സാക്ഷിയായിട്ട് നിന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നതാ. God will raise you as a testimony in one place. നിങ്ങൾക്ക് മനസ്സിലാവുന്നു? നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് വരെ ആ സ്ഥലത്തെ കർത്താവിന്റെ സാക്ഷിയായിട്ട് നിങ്ങളെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നതാ. God will raise you as a testimony in a place. കർത്താവിന്റെ നാമത്തിന് ക്ഷതമുണ്ടാക്കുന്നത് ചെയ്യാതിരിക്കാൻ ആത്മശക്തി പകരുന്നത്. And he gives a spiritual strength. നിന്റെ ഈ അലക്ഷ്യതയും അലംഭാവങ്ങളും ദൈവനാമത്തിന് ദുഷിക്കപ്പെടുകയാണ്. Your laziness is blaspheming God's name. ഞാൻ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നാ ഗുണം? ഇത്ര നാൾ പോയിട്ട് എന്നാ ഗുണം എന്ന് ചോദിക്കില്ല. ആരുടെ നാമം ദുഷിക്കപ്പെടുന്നത്? നിനക്കൊരു നഷ്ടവുമില്ല. പക്ഷെ നീ ഇത്രയും നാളും വിളിച്ച് യേശുവേ എന്ന് വിളിച്ചില്ലേ, ആ നാമം ദുഷിക്കപ്പെടും. You shouldn't malign the name of Jesus. ഇന്ന് അകത്ത് എപ്പോഴും എന്തെങ്കിലും ഒരു വേദന തോന്നുന്നുണ്ട്, നിന്റെ ബാറ്റിലിനെ ജയിക്കാൻ ദൈവം ആത്മശക്തിയാണ് നിന്റെ അകത്ത് പകരുന്നത്. To win your battle, God is giving you spiritual നിന്റെ യുദ്ധങ്ങളെ ജയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് ശക്തിയാണ് പകരുന്നത്. The Holy Spirit is giving you a strength to win your battles. നീ അതിനെ വൈകാരിക തലമാക്കും, നീ ഇമോഷൻസ് കൊണ്ടുവരും, നീ അതിനകത്ത് വികാരം കളിക്കും, നീ അതും ഇതും പറഞ്ഞേച്ച് നീ നിന്നെ നശിപ്പിക്കുകയാണ് കുഞ്ഞെ. അതിനകത്ത് you are playing emotions and you are destroying yourself. നമ്മുടെ ആത്മീയ യുദ്ധങ്ങൾ നമ്മൾ അതിനകത്ത് വിജയം ഉറപ്പാക്കണം. ഇന്ന് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് എ ഫൈറ്റ്, സ്പിരിച്വൽ വാർഫെയർ ഉണ്ടെങ്കിൽ നീ പറയണം, ഞാൻ ഇത് മറികടക്കും. If you have spiritual warfare, ഈ മതിൽ ഞാൻ ചാടിക്കട, ഈ പടക്കൂട്ടത്തിന് നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. I will run against a troop and scale over this wall. Hallelujah. Hallelujah. ഇന്ന് കർത്താവ് കുറച്ചുകൂടെ നമുക്ക് കൂടെ ഇരുന്ന് പത്രോസിനെ കണ്ടില്ല, കൊട്ടയ്ക്കകത്തൂടെ കയറി മതിലപ്പുറത്ത് കൊണ്ട് വിടുന്നുണ്ടില്ലേ? അതാ കർത്താവ്. See how the Lord takes Peter over the wall. കൊല്ലും. പെങ്ങടെ മുഹമ്മദ് എന്ന് പറയാ, കൊല്ലാൻ വലിയ പ്ലാനിട്ടേക്കുവാ. കുറച്ചുപേര് ഉപവാസം എടുക്കുവാ നിന്നെ കൊല്ലാൻ വേണ്ടി. People are taking fast to kill you. നീ കോട്ട കടന്നു പോകത്തില്ലെന്ന് അവര് ശപഥം ചെയ്തേച്ചിരിക്കുക. People have sworn that you will not cross over. മനസ്സിലായോ? അവര് ആണ ഇട്ടിട്ടിരിക്കുക നിന്നെ തകർക്കുമെന്ന്.
They are sworn to kill you. നീ എങ്ങനെ ഈ മതിൽ ചാടി കടന്നു പോകും? How will you scale over this അവര് പറഞ്ഞു, wall? അതൊക്കെ ബ്രദേഴ്സ് ഞങ്ങളുണ്ട് കൂടെ, ബ്രദർ ഞങ്ങളുണ്ട്. ഇതാ കൂട്ടായ്മയുടെ ബലം. കൂട്ടായ്മ പ്രശ്നം വരുമ്പോ ഇട്ടേച്ച് പോകുന്നവനല്ല കൂട്ടായ്മക്കാരൻ. പ്രശ്നം വരുമ്പോ കൊട്ടയ്ക്കകത്തൂടെ അന്നേരം നിന്നെ അപ്പുറത്ത് എത്തിക്കുന്നവനാ കൂട്ടായ്മക്കാരൻ. That is why we need fellowship and people who will help you escape. ഞാൻ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതല്ല, ഞാൻ ഇതിനകത്തൊന്നുമില്ലേ, ഞാൻ ഇതിന്റെ ഭാഗമേ അല്ലെന്ന് പറഞ്ഞു വിഡ്രോ ചെയ്ത് മാറാൻ ഏത് പോലീസുകാരനും പറ്റും. നീ ആ സമയത്താ കൂടെ നിൽക്കേണ്ടത്. You have to stand together, stand for your Every brother. victory has a battle. Every victory But has God a battle. equips you. നിന്നെ ദൈവം ഒരുക്കിയെടുക്കും. എല്ലാ വിജയത്തിന്റെ പുറകിലും ഒരു യുദ്ധമുണ്ട്. Every victory has a battle. എഫേസ്യർ behind it. 6:11 പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കുക. Put on the whole armor of God that you may be able to stand against the wiles of the devil. ഒരു പടയാളി എങ്ങനെ നിൽക്കുന്നത് അതുപോലെ ആയിരിക്കണം. നീ ഭയങ്കര ജാഗ്രതയിൽ നിൽക്കണം. കൂട്ടായ്മയ്ക്കകത്തൊക്കെ ഇരിക്കുമ്പോൾ നീ നല്ല ജാഗ്രതയ്ക്കകത്ത് നിൽക്കണം. Be like a soldier of God, alert. ആണല്ലേ? അതാ പറഞ്ഞത്. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞത്? രക്ഷയെന്ന ശിരസ്ത്രം, ഇതൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞല്ലേ. സമാധാന സുവിശേഷം, കാലേല്, പിന്നെ എന്താ പറഞ്ഞത്, വചനമെന്ന വാള്, ഇങ്ങനെ പറഞ്ഞതല്ലേ. നീതി, കവചം, വിശ്വാസം, അരയ്ക്ക്, സത്യം എല്ലാം ഇട്ട് അങ്ങനെ നിൽക്കണം, മിടക്കനായിട്ട് നിൽക്കണം. You should be always alert, wearing the full armor of God. ദുഷ്ടന്റെ തീയമ്പുകളെ, അതാ വാർഫെയർ കണ്ടല്ലേ. സ്പിരിച്വൽ ആത്മീയമായി നീ മുന്നേറുമ്പോൾ നിനക്ക് എതിരായിട്ട് പലതും വരും. സ്വന്തം വീട്ടുകാർ തന്നെ നിന്നെ എതിർക്കും. ഇല്ലേ മോനെ? എടാ എന്താ ഇവന്റെ പേര്? ശുഭം. Even the people of your own household will oppose you. Will come against you. സ്വന്തം വീട്ടുകാർ നിനക്ക് എതിരായിട്ട് വരും. അപ്പൊ നീ തോറ്റു പോകരുത്. Don't lose the battle. Be bold. നീ ഉറച്ചു നിൽക്കണം. You have to stand firm. ഇത് അപ്പോഴേ നീ മനസ്സിലായി, ഇത് പിശാചിന്റെ തന്ത്രമാ. You should immediately understand this is the work of the devil. That is what I always say. This is the influence of the darkness. ഇരുട്ടിന്റെ ശക്തികൾ നിന്നെ വലിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കും. The forces of darkness will try to tear you apart. എട്ടാമത്തെ വാക്ക് ഹെത്ത് എന്നാ പറയുന്നത്. ഹെത്ത് എട്ടാമത്തെ വാക്ക്. Eighth word is hate. Which means fence. വേലിക്കെട്ടെന്ന് വേണേ പറയാം, ജീവൻ എന്ന് പറയാം, ലൈഫ് എന്ന് പറയാം, പ്രൊട്ടക്ഷൻ എന്ന് പറയാം, സുരക്ഷിതത്വം എന്ന് പറയാം, ജീവൻ എന്ന് പറയാം, വേലി, ഫെൻസ്. It means fence, life, protection. ഇത് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ അതിന്റെ അർത്ഥം വരുന്നത്. Those are the meanings of the word. Victory is a new life. ഒരു പുതിയ ജീവിതമാണ്. വിജയം എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, വിജയത്തിന്റെ അപ്പുറത്ത് ഒരു പുതിയ ജീവിതമാണ്. Victory is a new life. There is a new life on the other side of victory. അതിന്റെ അർത്ഥം എന്താ? ജയിച്ചില്ലെങ്കിൽ പഴയ ജീവിതം. If you don't win, old life. ഇത് ഏത് ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നത്? പുതിയ ജീവിതമാണ്, പഴയ ജീവിതമാണ്? പഴയ ജീവിതമാണെങ്കിൽ ജയിച്ചിട്ടില്ലെന്നർത്ഥം. If you are still leading the old life, you are a ശങ്കരൻ ഈ failure. സെഗേൻ ഓൺ ദ കോക്കനട്ട് ട്രീ എന്ന് പറയത്തില്ലേ? ശങ്കരൻ പിന്നെയും തെങ്ങലായിരിക്കുന്നത്. അതേ പഴയ പാട്ട്, പഴയ പറച്ചില്, പഴയ ചിന്ത, പഴയ രീതി. ജയിക്കാൻ പറ്റുന്നില്ല. നീ ആ പഴയതും കൊണ്ടിരിക്കുക. പഴയതാ നല്ലതെന്ന് പറയുക. You are holding on to the old. That means you are not entering into victory. ഇപ്പൊ നിന്നെ കണ്ട് നിന്റെ മുഖത്തോട്ട് നോക്കിയാൽ അറിയാം നീ ജയിച്ചു നിൽക്കുക. നിന്നെ മുഖത്ത് നോക്കുമ്പോ അറിയാം. When I look at your face, I know whether you're victorious. അത് ഞാൻ പറഞ്ഞില്ലേ, ചർച്ചിൽ കൂട്ടായ്മയ്ക്കകത്തൊക്കെ ഒന്നിരിക്കും, മുഖത്തോട്ട് നോക്കിയാൽ അറിയാം ജയിച്ചവനാണോ തോറ്റവനാണോ. Looking at your face, I can make out if you're ഈ victorious. തോറ്റവരും പിടിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നവർ എന്റെ കണ്ണിലോട്ട് നോക്കത്തില്ല. Those who don't want to get caught do എന്നാ not ചോദിച്ചു look at കഴിഞ്ഞാൽ me. ഞാൻ ഉണ്ട് കേട്ടോ, ഇവിടെ അറ്റൻഡൻസ് ഉണ്ട്, പ്രസൻസ് ആർ, പ്രസന്റ് ടീച്ചർ അല്ലേ, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ നമുക്ക് ഫേസ് ചെയ്യാൻ വയ്യാതായി. We are unable to face. വിക്ടറി ഈസ് എ ന്യൂ ലൈഫ്. വിജയം എന്ന് പറയുന്ന ഒരു പുതു ജീവിതമാണ്, പുതിയ ജീവിതം. It's a new life. ദൈവം നമ്മെ വിശുദ്ധ ജീവിതത്തിനായി വേർതിരിച്ചിരിക്കുന്നു. God has separated us for holy ദൈവത്തിന്റെ life. മക്കൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു പ്രത്യേക ആമേൻ അനുഭവത്തിൽ അത് കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. As children of God, we are in a new 2 കൊരിന്ത്യർ experience. 5:17 നമ്മളൊന്ന് വായിച്ചു, നമുക്കൊന്ന് നോക്കാം. സ്നാനപ്പെടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സ്നാനപ്പെട്ടോണം. ഇത് എനിക്ക് എന്റെ ആവശ്യത്തിന് വേണ്ടി ഒന്നും പറയുന്നില്ല, ഇത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാ. ഒരുത്തൻ ക്രിസ്തുവിലായി, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു യേശു How many നിങ്ങളുടെ of you believe Christ is in you? അത് പോരാ, അത് പോരാ, ഇനി അത് പോരാ. That's not enough. നിങ്ങൾ ക്രിസ്തുവിലാകണം. You have to be in അതായത് Christ. സ്നാനം എന്ന് പറയും. കാര്യം നിങ്ങൾ നിങ്ങളെ തന്നെ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുന്നതിനെ സ്നാനം എന്ന് പറയുന്നത്. You surrendering yourself to Christ is പല baptism. സ്നാനപ്പെട്ടവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തിനാ സ്നാനപ്പെട്ട, അവർക്ക് അറിയത്തുമില്ല. Many took baptism, they don't know why. ഞാൻ അങ്ങനെയുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്നാനം പെടാതെ ചുമ്മാ വെറുതെ വെള്ളത്തിൽ മുങ്ങിയിട്ട് നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ കുഴപ്പങ്ങൾ. നിങ്ങൾ യഥാർത്ഥമായ ക്ലാസ് മനസ്സിലാക്കി സ്നാനം എന്താണ് നിങ്ങൾ പഠിക്കണം.
You need to understand what is real baptism. പ്രായമാകുന്ന ഉടനെ ചെയ്യുന്ന ഒരു സംഭവമായിട്ടോ അല്ലെങ്കിൽ സഭയ്ക്കകത്ത് രജിസ്റ്ററിൽ ഒരു സാധനം ചേർക്കാൻ വേണ്ടിയൊക്കെ ഉള്ളതായിട്ട് ഈ സ്നാനം മാറിപ്പോവുകയാണ്. ഒരാൾക്കും ഒരു ബോധമില്ല. Baptism looks like, being... ഒരുവൻ ക്രിസ്തുവിലാകുമ്പോഴാണ് അവന്റെ അകത്ത് അവൻ പുതിയ സൃഷ്ടിയാണെന്നുള്ള ബോധം വരുന്നത്. If anyone is in Christ, I should know that I am a new creation. ഞാൻ ഒരു പുതിയ സൃഷ്ടി എനിക്കറിയണ്ടായോ? I need to know that I am a new creation. അതെ, ഈ സ്നാനത്തിൽ കൂടി ഞാൻ മനസ്സിലായി ഞാൻ ആ പഴയ മനുഷ്യനല്ല. പഴയ രീതി നടക്കാൻ ഒക്കത്തില്ല. പഴയ കള്ളുകൂടിയും ബീഡി വലിയും കൊണ്ട് നടക്കാൻ ഒക്കത്തില്ല. I know that through baptism. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാം. ഞാൻ ഒരിക്കൽ പോലും ഈ ബീഡി വലിയും കള്ളുകൂടിയും നിർത്തിയില്ല. I never stopped drinking and smoking. സത്യമായിട്ട് ഞാൻ പറയട്ടെ, ബീഡി സിഗരറ്റ് വലി ഞാൻ നിർത്തിയതല്ല. I did not stop it with my efforts. സിഗരറ്റ് വലി ഞാൻ നിർത്തിയിട്ടേ ഇല്ല ഇതുവരെ. I have never stopped smoking. അതെന്നെ നിർത്തിയിട്ട് അങ്ങ് പോയി. That stopped me and left me. സത്യമായിട്ട് പറയാം, അത് ഇന്ന് വരെ ഞാൻ നിർത്തിയിട്ടില്ല. I never stopped. ചിലർക്കൊക്കെ ഒരു ആഗ്രഹം വരുന്നുണ്ട്. Some of you are desiring it. അതെന്റെ നിർത്തിയിട്ട് അങ്ങ് പോയി. That stopped me and left me. ഞാൻ പലപ്പോഴും നിർത്തി. ഈ 31-ാം തീയതി രാത്രിയിലൊക്കെ നിർത്താൻ തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ തുടങ്ങും. Many times. എപ്പോഴെല്ലാം ഞാൻ നിർത്തിയിട്ടുണ്ടോ അന്നേരം എല്ലാം ഇത് പിന്നെ തുടങ്ങിയിട്ടുണ്ട്. Whenever I've stopped, I've restarted. പക്ഷെ ഞാൻ നിർത്താതെ അതെന്നെ വിട്ടങ്ങ് പോയി. Without me stopping, that. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വതന്ത്രമൊക്കെ പറഞ്ഞു. If there is somebody, say അല്ല, hallelujah. ഇന്ന് ആഗ്രഹിക്കണം നിന്നെ വിട്ട് അത് പോകണം. നീ അത് വിട്ടു പോവുകയല്ല, നീ അത് വിട്ടു പോകണം. പിന്നെ അത് ആഗ്രഹിക്കുന്നത് അത് നിന്നെ വിട്ടിട്ട് പോകണം. That has to leave you and go. If you leave it, you will desire it again. So ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ആരാണ്? പഴയ സ്വഭാവം കൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പം If anyone is പഴയ in ഓൾഡ് Christ, നേച്ചർ he is കണ്ടില്ല, a new ഇപ്പോഴും ദേഷ്യം വരുന്ന കണ്ടില്ല, ഇപ്പോഴും ഇഷ്ടക്കേട് കാണിക്കുന്ന കണ്ടില്ല, ഇപ്പോഴും കണ്ടില്ല. വേണ്ടാത്ത തീരുമാനം എടുക്കും. ഇപ്പം വേണ്ടാത്തൊരു You തീരുമാനം. take the wrong decisions. എന്താ തീരുമാനം? എന്തുവാ? നല്ല മിടുക്കിയായിട്ടൊക്കെ കൂട്ടായ്മയ്ക്കകത്ത് നിൽക്കുന്ന, പക്ഷെ ഒരു തീരുമാനം എടുക്കും പഴയതുപോലെ. പഴയത് കഴിഞ്ഞു പോയെന്നാ. എവിടെ പോയെന്നാ? ഇങ്ങും പോയില്ല. The old is gone. അത് നമ്മൾ പുറയിലെങ്കിലും പാറ്റി പിടിച്ചേക്കുമായിരുന്നു. ആവശ്യം വന്നപ്പോൾ ഇത് മുമ്പിൽ വെക്കും അല്ലേ? അപ്പം ഒരുത്തൻ Anyone is in Christ? ഒരുത്തൻ If anyone is in Christ, ഒരുത്തൻ അവൻ എന്താവും? പുതിയ സൃഷ്ടികളെല്ലാം ഒരു ഹല്ലേലൂയ പറഞ്ഞേ. all new creation say hallelujah. നെഞ്ചത്തൊക്കെ കൈ വെച്ചൊക്കെ പറ. ഒരുവൻ അവൻ ആരാകും? പഴയതല്ല പോയോ? Old things have passed away. വാക്കിന് വിലയുണ്ടോ? Is there value for your word? പഴയത് കഴിഞ്ഞു പോയോ? Old things have passed away. പഴയത് ഇപ്പോഴും നിൽക്കുവാണെങ്കിൽ പഴയത് പോകണം. The old has to go if it's അതിനെന്തോ still ചെയ്യണം? hanging on. ക്രിസ്തുവിലാകണം. You have to be in Christ. കേട്ടോ, അത് പുതിയതായി തീർന്നിരിക്കുന്നു. പഴയത് പോയോ? All things പഴയ have become അരിശം new. പോയോ? ഇഷ്ടക്കേട് പോയോ? ഇപ്പൊ ഈ വാട്സാപ്പ് ഒക്കെ അല്ലേ മെസ്സേജുകളൊക്കെ വരുന്നില്ല. ഒരാളൊരു മെസ്സേജ് അയക്കുക, നമ്മളൊരു പ്രത്യേക മൂഡിലിരുന്ന് അത് വായിക്കുന്നത്. അവർ തമാശനെ അയക്കുന്നതായിരിക്കും. നമുക്ക് എന്തായിട്ട് തോന്നും? ഇത് സീരിയസ് ആയിട്ട് തോന്നും. അപ്പൊ നമ്മുടെ ഇതിനകത്ത് കയറി വരുന്ന ബേൺ ചെയ്ത് വരുന്ന സാധനം കണ്ടോ? പുതിയ സൃഷ്ടിയായോ? Sometimes we get irritated when somebody sends a text. Have we become a new പണ്ട് creation? എഴുത്തെഴുതുന്നായിരുന്നു. അത് എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മാനെ കൊണ്ട് തന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് കയ്യിലിരിക്കുമല്ലേ. ഒരു 5-8 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമാകും. കാര്യം എഴുതിയ ആള് ഉദ്ദേശിക്കുന്ന കാര്യമല്ല വായിക്കുന്ന ആളത് വായിക്കുന്നത്. അതാ എഴുതുമ്പോ നമ്മൾ ശ്രദ്ധിച്ചോണം. എഴുതുന്ന മൂഡിലിരുന്നല്ല വായിക്കുന്ന വ്യക്തിയുടെ മൂഡ്. അവൻ ദേഷ്യത്തിലിരിക്കുക, സങ്കടത്തിലിരിക്കുക, പ്രത്യേക ഘട്ടത്തിലായിരുന്നു വായിക്കുന്നെങ്കിൽ വായിച്ച് അവന്റെ തലയെല്ലാം കൂടെ പെരുക്കാൻ തുടങ്ങും. If the person who reads is in a different mood, you may not mean it, but that person can get very upset. ഇന്നിപ്പോ നമുക്ക് ഒരൊറ്റ ഞെക്കിയാ ഡിലീറ്റ് ഫോർ എവരിവൺ അടിച്ചാൽ മതി. പോയി. Today you can press a delete for everyone. മറ്റേ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് വീട്ടിൽ കൊടുത്തില്ല, എന്തോ ചെയ്യും? What about if it's a handwritten letter? നമുക്ക് പോസ്റ്റ്മാനെ ഇങ്ങനെ ഞെക്കിയാ അത് തിരിച്ചു പോകും? ഇല്ലല്ലോ. You don't have a delete option. കണ്ടില്ലേ? അപ്പൊ അങ്ങനെ ഒരു ഇന്ന് നിങ്ങൾ വിചാരിക്കണം, കർത്താവിൽ വരുന്നവന്റെ അവന്റെ മുമ്പിൽ എന്തോ വന്നാലും അവന് ക്ഷമിക്കാൻ കഴിയുന്നവനാണ്. Anyone is in Christ, he is able to forgive. പറഞ്ഞ ഒരുവൻ ക്രിസ്തുവിലായാൽ. If anyone is in Christ, ഇത് വായിക്കാൻ വേണ്ടിയൊക്കെ അല്ലേ ഇവിടെ കാണിക്കുന്നത്. നിങ്ങളത് നോക്കി വായി. ഒരുവൻ ക്രിസ്തു. If anyone is in Christ, he is a new creation. All things have passed away. Behold, all things have become. അത് പുതിയതായി തീർന്നോ? സ്വയമേ ചോദിച്ചാൽ മതി. നിങ്ങളുടെ ബുക്കിൽ എഴുതുന്ന ഒരു ചോദ്യം, ഞാൻ പുതിയതായി തീർന്നോ? Ask ourselves, have I become നമ്മൾ തന്നെ new? പുസ്തകത്തിനകത്തോട് എഴുതി വെച്ചു, അയ്യോ ഞാൻ പുതിയതായോ? Have I become new? പഴയ തിരിച്ചൊരു കടപ്പില്ലേ? Still old ഈ nature? 2ാമത്തെ ആഴ്ച അതുകൂടെ കളയണം.
We have to get rid of അതിന് that. അവൻ ശ്വാസം ഊതിയേക്കുന്നത്. That's why He has breathed into us. എന്തിനാ ഊതിയത്? ഇപ്പോഴും അത് കിടക്കുക കേട്ടോ. ആ ഊതിയത് നിത്യജീവന്റെ ശ്വാസം കിടക്കുക. Eternal breath is in us. മനസ്സിലായി? അത് നീ സ്വീകരിച്ചാൽ നിന്റെ If we പഴയ വില receive പോകും. it, അത് പ്രദർശിപ്പിക്കുന്നതാണ് ഈ വെള്ളത്തിലോട്ട് പോയി താണ്. ഇനി ആരെ ഞാൻ പിൻപറ്റത്തില്ല, യേശു മാത്രം. that is why we take baptism. I have We only follow one anyone. master to follow. എനിക്ക് ഒരാളെ ഉള്ളൂ എനിക്ക് അനുധാവനം ചെയ്യാൻ, അതെന്റെ കർത്താവ് എന്ന് And പറഞ്ഞ ഈ that's why വെള്ളത്തിനകത്ത് പോകുന്നത്. Jesus. That's why we go എന്ന് പറഞ്ഞാൽ into യു the ബിക്കം എ water. ഡിസൈപ്പിൾ. നീ ഒരു ശിഷ്യനായി തീരുകയാണ്. And you're becoming a disciple. ഗുരുവിനെ പോലല്ലേ ശിഷ്യൻ ഇരിക്കേണ്ടത് അല്ലേ? അപ്പൊ ഗുരുവിനെ പോലെ ആകാനാണ് നമ്മൾ To ആഗ്രഹിക്കുന്നത്. be like our master. ആമേൻ. 9ാമത്തെ വാക്ക് തെത്ത്. 9th alphabet is Tet. വിക്ടറി പ്രൊഡ്യൂസസ് ഹിഡൻ ഗുഡ്. അപ്പം തെത്ത് എന്ന് പറഞ്ഞ വാക്കിന് വൂംബ്, ഗർഭപാത്രം എന്ന അർത്ഥമുണ്ട്. ഹിഡൻ ഗുഡ് എന്ന് മറഞ്ഞിരിക്കുന്ന നന്മകൾ എന്നൊക്കെ അർത്ഥമുണ്ട്. It means her womb or hidden. വൂമ്പിനകത്തിരിക്കുന്നത് ആണാന്നോ പെണ്ണാന്നോ ഇപ്പോഴല്ലേ അറിയുന്നത്. പണ്ട് അറിയത്തില്ലായിരുന്നല്ലോ. എന്താ കുഞ്ഞിരിക്കുന്നത്, കുഞ്ഞുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല അല്ലേ? പറയല്ലേ വയറ് വീർക്കുന്ന അസുഖമാണെന്ന് പറഞ്ഞു ഡോക്ടറിൻ്റെ അടുക്ക പോയിരിക്കുക. ഡോക്ടർ പറഞ്ഞു ഇത് വയറ് വീർക്കുന്ന അസുഖമല്ല, അത് കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പുട്ടപുറത്ത് മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു കൊച്ചു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവിടെയൊക്കെ കൊച്ചു പ്രായത്തിൽ കല്യാണം കഴിക്കുമല്ലോ. അപ്പം എൻ്റെ അടുക്ക വന്നു പറഞ്ഞു കുഞ്ഞുങ്ങളില്ല പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. And I was in Puttaparthi, a couple came to me for a child. അപ്പൊ ഞാൻ അവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു നീ കൺസീവ് ചെയ്തിട്ട് നീ പ്രഗ്നന്റ് ആണല്ലോ എന്ന് പറഞ്ഞു. I prayed for her and I said, you have conceived. അവൾ പറഞ്ഞു അതെ ഹൗ കം. And then she said, how can it be? ഞാൻ പറഞ്ഞു എന്നാ കർത്താവ് രണ്ടാമത് പിന്നെ വന്നായിരിക്കും എന്ന് പറഞ്ഞു. Then I said, maybe Jesus came again. അവക്കറിയത്തില്ല ഇത് എങ്ങനെ ഉണ്ടായെന്ന്. She doesn't know. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെയും കർത്താവ് ജനിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. തമാശന് പറഞ്ഞതാ. Maybe the Lord. അന്ന് അവൾ അറിയുന്ന അവള് പ്രഗ്നന്റ് ആണ്. That's when she realized she was. അവള് 2.5 മാസം അവള് പോയി ഉടനെ ഹോസ്പിറ്റലിൽ പോയി നോക്കിക്കഴിഞ്ഞപ്പോ 2.5 മാസം. She was 2.5 months pregnant. അപ്പൊ നിങ്ങൾ നോക്കി ഹല്ലേലൂയ, ചില കാര്യങ്ങളെ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള കഴിവുകൾ കർത്താവ് തരും. Sometimes God gives us the ability to scan certain ഹിഡൻ things. നന്മകൾ, മറഞ്ഞിരിക്കുന്ന നന്മകൾ. നിങ്ങൾ ആഗ്രഹിക്കും. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനു വേണ്ടി? നിങ്ങൾ ആഗ്രഹിക്കും കർത്താവേ അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ എനിക്കത് വേണം. If there is എന്റെ something മുമ്പിൽ that I ഒരാൾ want, പ്രാർത്ഥിക്കാൻ ബന്ധിക്കുമ്പോൾ അവന് പോലും അറിയാൻ വയ്യാത്ത കാര്യം എനിക്ക് വെളിപ്പെടുത്തി കിട്ടണം. and somebody comes to pray, I need to reveal the good things. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ പറയുമ്പോ പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല അവരുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റം ഉണ്ടാകും. And there has to be a change in their lives. അപ്പൊ ഈ അവിടുത്തെ കല്യാണം ഞാൻ പറഞ്ഞല്ലേ, ഈ പെങ്ങടെ മോളെ കല്യാണം കഴിക്കാം, അമ്മാവന് പെങ്ങടെ മോളെ കല്യാണം കഴിക്കാം. തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ട് അങ്ങനെ. So they have a system of marrying their niece. അപ്പൊ അങ്ങനെ കല്യാണം കഴിച്ച So they were married that way. ജനറ്റിക്കൽ പ്രോബ്ലം ഒക്കെ അവർക്കൊക്കെ ഉണ്ടാകുന്നതിന്റെ കുഴപ്പം ഇതാണ്, ഇങ്ങനെ കല്യാണം കഴിക്കുന്നുണ്ട്. Because of such marriages there can be genetical problems. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല. They don't know what is happening. അങ്ങനെയുള്ളിടത്താണ് ഒരു ഡിവൈൻ ഡിറ്റക്ട് ചെയ്യുവാനുള്ള കൃപ നിന്റെ മേൽ പകരം. അതാ ഹിഡൻ ഗുഡ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഓരോരുത്തരുടെ അകത്ത് മറിഞ്ഞിരിക്കുന്ന ഒത്തിരി നന്മകളുണ്ട്. ഇന്നുവരെ അത് കണ്ടിട്ടില്ല നിങ്ങൾ. There are many hidden good in us. നമ്മളെ സംബന്ധിച്ച് നമുക്കിതൊന്നും വല്ല വിഷയം. നമുക്ക് ചർച്ച വരണം, ഇങ്ങനെ 2 പാട്ട് പാടണം, ഇരുന്ന് കുറച്ചു നേരം കേൾക്കണം, കത്രോശ നന്നായി കഴിക്കണം, ഉച്ചയ്ക്ക് ചോറ് കഴിക്കണം, വീട്ടിൽ പോകണം. എന്തോന്ന് ഹിഡൻ നന്മ, എന്തോന്ന് മറിഞ്ഞിരിക്കുന്ന നന്മ, ഇതിപ്പോ കിട്ടിയിട്ട് ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അങ്ങനല്ല, നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെ ഒരെണ്ണമുണ്ട്, എനിക്കത് വേണം. If there is a hidden good, I want it. ആമേൻ ഹല്ലേലൂയ. കഷ്ടതകളും ദൈവം നന്മ പ്രവർത്തിക്കുന്നു. He works അല്ല, good. എന്തോ കഷ്ടമുണ്ടെങ്കിലും God works good even in trials. പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്തും God is good always. ദൈവം നല്ലവൻ തന്നെയാണ്. റോമർ 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം കൂടെ വായിക്കാം. റോമർ 8-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപിക്കും. സകലതും നന്മയ്ക്കായിട്ടാ വരുന്നത്. And we know that all things work together You for understand good to those what- who love God, Yeah. those who are called according to His purpose. What looks painful now, ഇപ്പം സങ്കടകരമായി തോന്നുന്ന കാര്യങ്ങൾ, ഇറ്റ് ക്യാരീസ് ഹിഡൻ വിക്ടറി. മറഞ്ഞിരിക്കുന്ന നന്മകൾ അതിനകത്തുണ്ട്. What looks painful now ഇപ്പൊ carries നിങ്ങളുടെയൊക്കെ hidden ജീവിതത്തിനകത്ത് victory. ഇപ്പം ഇച്ചിരി കഷ്ടമായിട്ട് തോന്നില്ലേ, അതിനകത്ത് ദൈവത്തിന്റെ നന്മ വെളിപ്പെടുത്തും. God will reveal His goodness even in the painful moments that you are going through right now. 10-ാമത്തെ വാക്ക് യോദ്. 10th word alphabet is Yod. ഇപ്പൊ എന്തൊക്കെയായി? അലേഫ് ബേത്ത് ഗിമൽ ദാലത്ത് ഹേ വാവ് സൈൻ ഹേ തേത്ത് യോദ്. അത്രയും പഠിക്കാൻ എളുപ്പമാണ്. അതിന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇത്രയും ഞാൻ പറഞ്ഞത്. The 10th alphabet, Yod. അപ്പൊ യോത്ത് എന്ന് പറഞ്ഞാൽ ഹാൻഡ് എന്ന്, എഫേർട്ട്, ഹാൻഡ്, കൈ എന്നുണ്ട്, അധ്വാനം എന്നുണ്ട്, വർക്ക് എന്ന് പറയാം, പ്രവൃത്തി എന്ന് പറയാം, ശക്തി എന്ന് പറയാം, പവർ, വർക്ക്, ഇതെല്ലാം ഇതിന്റെ വാക്കിന്റെ അർത്ഥങ്ങൾ.
The meanings could be hand, effort, work, power, etc. വിക്ടറി ഈസ് അക്കംപ്ലിഷ്ഡ് ത്രൂ ഗോഡ്സ് ഹാൻഡ്. ദൈവത്തിന്റെ കരങ്ങളിൽ കൂടിയാണ് ആ വിജയം സംഭവ്യമായത്. Victory is accomplished through God's hand. ദൈവമാണ് വിജയത്തെ പൂർത്തീകരിക്കുന്നത്. ദൈവത്തിന്റെ കരങ്ങളിൽ കൂടി സംഭവിക്കുന്ന കാര്യമാണ്. It happens through His hand. ദൈവം ആരംഭിച്ചത് അവൻ തന്നെ അവസാനിപ്പിക്കും. ഫിലിപ്പിയർ 1:4 പറയുന്നില്ലേ, ദൈവം ആരംഭിച്ചത് ദൈവം അവസാനിപ്പിക്കും. നമ്മളിൽ തന്നെ began, He will complete it. Amen. Hallelujah. God finishes what He begins. അല്ലേ? ദൈവം ആരംഭിച്ചതിന് ദൈവത്തിന് അറിയാം എങ്ങനെ ഇത് അവസാനിപ്പിക്കേണ്ടത്. God knows what He has begun. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് കയറി പ്രോഗ്രാം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതെങ്ങും എത്താതായി പോകുന്നത്. Because we are creating our own programs in the middle. 118 സങ്കീർത്തനം 16 വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാക്യമാണ്. Psalm 118:16. അതിന് പറയുന്നല്ലേ, കർത്താവിന്റെ വലം കൈ, the hand of the Lord is exalted. കർത്താവിന്റെ വലം കൈ, the right hand of the Lord does well. ഒന്നുകൂടെ പറഞ്ഞേ, കർത്താവിന്റെ വലം കൈ അത് താഴുമോ? കർത്താവിന്റെ വലം കൈ താന്നിരിക്കുവോ? കാര്യം നമ്മുടെ മുമ്പിൽ നമ്മളെ കാണുന്നിടത്തോളം കാലം അവൻ അനുഗ്രഹിക്കാൻ വേണ്ടി ഉയർത്തി വെക്കും. His hand will be exalted to bless us. അങ്ങനെയാണ് always his hands are lifted up. അല്ലേ? അവന്റെ കരം എപ്പോഴും ഇങ്ങനെ ഉയർന്നായിരിക്കുന്നത്. His hand is always lifted to bless us. നിങ്ങൾ നോക്കിയാൽ അതാ ഈ പറയുന്നത്, നമ്മൾ പ്രായമുള്ളവരുടെ അടുക്ക ചെല്ലുമ്പോൾ അവർ നമ്മളെ കരം ഉയർത്തി അനുഗ്രഹിക്കില്ല. നമ്മൾ നേരെ തിരിച്ച് നമ്മൾ അവരെ അനുഗ്രഹിക്കാനാ ചെല്ലുന്നത്. അതേ ഈ കുഴപ്പം. We need to receive blessings from the elderly. നമ്മൾ വാക്കുണ്ടല്ലോ, I bless you God. ദൈവത്തെ നമ്മൾ അനുഗ്രഹിച്ചു കളയും. Sometimes we even bless God. അതെ, ദൈവത്തിന് ഇച്ചിരി ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയൊരു പനി ഉണ്ടെന്നാവുന്നത്. നമ്മൾ അനുഗ്രഹിച്ചാലേ ദൈവം ശരിയാകത്തുള്ളൂ. അങ്ങനെയൊക്കെ അതുകൊണ്ട് നമ്മൾ വർഷിപ്പ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെ പറയാം, ദൈവം ഒന്ന് സന്തോഷിക്കട്ടെന്ന്. കാര്യം ദൈവത്തിന് സന്തോഷം ഇല്ലാതിരിക്കല്ലേ. We think we worship to make God happy. ദൈവം സന്തോഷിക്കണം. നമ്മുടെ സന്തോഷത്തെ നമ്മുടെ ആരാധനയിൽ കൂടി കാണിക്കുക. നമുക്ക് ഉള്ളിലുണ്ടായ ഇന്നലകളിൽ നടന്ന് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമ്മൾ അതിനെ തരണം ചെയ്തു വന്നതിന്റെ സന്തോഷത്തെയാണ് ആരാധനയിൽ കൂടി നീ പ്രകടമാക്കുന്നത്. What needs to be revealed through worship is our joy about how God led us in the past and how we came victoriously. നമുക്കറിയാവുന്ന കാര്യമാണ്, കർത്താവിന്റെ കരം മുറിഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഈ ജയം സാധ്യമായത്. അല്ലേ? Because of His nail-pierced hands we have victory. ഹല്ലേലൂയ. Hallelujah. കർത്താവിന്റെ കരം എപ്പോഴും എന്ത് ചെയ്യും? എന്തിനാണെന്നറിയോ? നീ കാണാൻ വേണ്ടിയാ. ഞാൻ നിനക്ക് മൈ ഹാൻഡ്സ് ആർ പിയേഴ്സ്ഡ് ഫോർ യു. നിനക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ടതാണ് എന്റെ കൈ. എടാ കുഞ്ഞെ, നിനക്ക് വേണ്ടി ഞാൻ തകർക്കപ്പെട്ടതാടാ എന്ന് പറയുന്നത് ആ കൈ. That hand is lifted to show us that His hands were pierced for us. നമ്മൾ ആ കൈയെ പോലും ഇതുവരെ നോക്കിയിട്ടില്ല. We haven't even looked at that hand. നമ്മുടെ ആ സുന്ദരമായ മുഖം മാത്രമായിരിക്കും ഒരു പക്ഷേ കണ്ടത്. Maybe we saw that beautiful face. അവന്റെ സുന്ദരമായ മുഖത്തിന്റെ പുറകിൽ ഉയർത്തപ്പെട്ട ഒരു കരമുണ്ട്. അത് തുളയ്ക്കപ്പെട്ട കരമാണ്. And there is a pierced hand above His face. Amen. Hallelujah. Small beginnings leads to mighty outcome. ചെറിയ ചെറിയ തുടക്കങ്ങൾ വലിയ വലിയ കാര്യങ്ങളിൽ ചെന്ന് അവസാനിപ്പിക്കും. ചെറിയ തുടക്കങ്ങൾ beginnings can lead to മഹത്തായ വിജയത്തിലെത്തിക്കുന്ന ചെറിയ തുടക്കങ്ങളാണ്. It can lead to mighty outcome. 1 കൊരിന്ത്യർ 15:57 വാക്യം ഒന്നുകൂടെ വായിച്ചു കേൾക്കാം. 1 Corinthians 15:57. ആമേൻ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15:57 വാക്യം. 1 Corinthians 15:57. അതാണ് നമ്മൾ ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നത് എന്താ? യു ആർ കോൾഡ് ടു പ്രൈസ് ഹിം. നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് സ്തുതിക്കാൻ വേണ്ടിയാ. എന്ത് കാണണം? അതിനു മുമ്പേ സ്തുതിക്ക് മുമ്പിൽ ജയം കാണണം. ജയത്തിന് പുറകിൽ നിൽക്കുന്നവനെ കാണാം. ഇതിന്റെ അൾട്ടിമേറ്റ് ആയിരിക്കുന്ന കണ്ടില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, പിതാവായ ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് തന്റെ പുത്രനെ അയച്ച് പുത്രൻ നമുക്ക് വേണ്ടി അജയത്തെ നേടിത്തന്നു. അങ്ങനെയാണ് എങ്ങനെ അവനെ സ്തുതിക്കാൻ? അങ്ങനെയാണ് എങ്ങനെ സ്തുതിക്കാതിരിക്കും? എങ്ങനെ ആരാധിക്കാതിരിക്കും? ആമേൻ. ഹല്ലേലൂയ. അലേഫിൽ ദൈവം വിജയം ആയിരുന്നു. കണ്ടോ, അലേഫ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിജയമാണെങ്കിൽ യോദിൽ അതിനെ അവൻ പൂർത്തീകരിക്കണം. തുടക്കത്തിൽ കണ്ടില്ലേ, ദൈവമായിരിക്കുന്നവൻ നമ്മൾ ഓരോരുത്തരും വിജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവസാനത്തെ 10ാമത്തെ വാക്കിൽ വന്നപ്പോൾ കണ്ടില്ലേ, അവന്റെ കരങ്ങളെ തുളച്ച് അവൻ തന്നെ നമുക്ക് വേണ്ടി മൃത്യുവായി തീർന്നു. മരണമെന്ന് പറയുന്ന ഘോരമായിരിക്കുന്ന അവസ്ഥ, അതായത് ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ട് കിടന്ന് സെപ്പറേഷനിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വന്നിച്ച് ആ സെപ്പറേഷനെ, ആ വേർപാടിനെ ഇല്ലാതാക്കി ദൈവത്തെ നമ്മളോട് ബന്ധിപ്പിച്ചു, അല്ലെ നമ്മളെ ദൈവത്തോട് ബന്ധിപ്പിച്ചു. ഇനി ആർക്കും പൗലോസ് അപ്പോസ്തലൻ 8ാം അധ്യായത്തിന്റെ 31ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയർന്നതിനോ താഴ്ന്നതിനോ മാമൻ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നിനും ഈ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു.
Hallelujah. Once we were separate, but now the love of God has brought us together. That nothing can separate us from the love of God which is in Christ Jesus. Nor height, nor depth, nor things that are of the past, nor things of the present. Nothing can separate us from the love ഞാനൊരു of God. വിക്ടറി പ്ലാൻ ആണ് കാണിച്ചു തന്നത്, നിങ്ങൾക്കൊരു ആശയം കിട്ടാൻ വേണ്ടി. ഒരു 10 കാര്യങ്ങൾ വിക്ടറി പ്ലാൻ അലേഫ് തൊട്ട് യോധ് വരെയുള്ള വാക്കുകളിൽ കൂടി കാണിക്കുമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ആ ജയത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുക. I was just showing you a victory plan beginning with Aleph to Yod 1 to 10. May we experience that in our lives. ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹത്തെ ഓർത്ത് കർത്താവിന് നന്ദി. പാസ്റ്റർ ജോൺ മാത്യു മുമ്പോട്ട് വന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ.